الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حتى إذا فتحت يأجوج ومأجوج وهم من كل حدب ينسلون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا سيدي يا رسول الله خذ بيدي ما لي سواك فلا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فروا الجيش ذا العدد إني وإن سامني ضيم يربعني أقول يا سيد السادات يا سندي أقول يا سيد السادات يا سندي أقول يا سيد السادات يا سندي ബഹുവന്യരായ ഉസ്താദുമാരെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമായി ലോകാവസാനത്തിന്റെ മുമ്പ് നടക്കാനിരിക്കുന്ന വലിയ അടയാളങ്ങളെ സംബന്ധിച്ച് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ അടയാളവും നമ്മെ ഉണർത്തുന്നത്, ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറെടുക്കാൻ വേണ്ടി അതിനുള്ള സമയവും സന്ദർഭവും
ആയിട്ടുണ്ട്, നേരം കാത്തിരിക്കാൻ ഇനി അധികമില്ല എന്നുള്ള സന്ദേശങ്ങളാണ്. അടയാളങ്ങൾ ഏതായാലും പറഞ്ഞതുപോലെ സംഭവിക്കുമല്ലോ. പിന്നെപ്പോ അതിലൊന്നും കാര്യമായി വേറെ ചിന്തിക്കാനും മനസ്സിലാക്കാനൊന്നും ഇല്ല എന്ന രീതിയിലല്ല അതൊന്നും നാം കാണേണ്ടത്. നാം അനുഭവിക്കുന്ന ആഖിറുസമാനിലെ അടയാളങ്ങളും വരാനിരിക്കുന്ന വൻ അടയാളങ്ങളും വലിയ അടയാളങ്ങളുമൊക്കെ നമുക്ക് ഒരുങ്ങാനുള്ള സമയം വർദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴോ ആയിട്ടുണ്ട് എന്ന് പഠിപ്പിക്കാൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ആ ഒരുക്കത്തെ സംബന്ധിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങൾ ചോദിച്ച ഒരു ചോദ്യമാണ് കൈഫ അൻഅമു വസ്വാഹിബുൽ ഖർനി യൽതഖിമു ഫീഹി. ഞാൻ എങ്ങനെ സുഖിക്കാനാണ് ഈ ദുനിയാവിൽ വിളംബരപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സമയം പാർത്തിരിക്കാൻ തുടങ്ങിയിട്ട് സമയമായി, നാളേറെയായി. എപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്? ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളെയും തകർക്കാനും തരിപ്പണമാക്കാനുമുള്ള ഓർഡർ വരുന്നത് എപ്പോഴാണ് എന്ന് മഹാനവറുകൾ കാത്തിരിക്കുന്നു എന്നതുകൊണ്ട് എനിക്കിവിടെ സുഖിക്കാൻ യാതൊരു ചാൻസും ഇല്ല. പരിമിതമായ സുഖങ്ങൾ മാത്രം ഉപയോഗിച്ച് ജീവിക്കുകയാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് പഠിപ്പിച്ച ധാരാളം അടയാളങ്ങൾ അനുദിനം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടുതൽ കൂടുതൽ ഉണരുകയും യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി, പാരത്രിക മോക്ഷത്തിന് വേണ്ടി അധ്വാനങ്ങൾ വർദ്ധിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിൽ എപ്പോഴും ജാഗരൂകരുമായി തീരണമെന്നുള്ള സന്ദേശം ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടതാണ്. റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഭൂമിയിലൂടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് ഭരണം ഉറപ്പിച്ച് നീതിയും സന്തോഷവും സമാധാനവും സ്ഥാപിച്ച് മസീഹുദ് ദജ്ജാലിനെ വകവരുത്തി സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നത്, ഇനി ഞാൻ ഒരു വിഭാഗത്തെ നിങ്ങളുടെ അടുത്തേക്ക് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കുമായി നിയോഗിക്കുന്നുണ്ട്. പക്ഷേ അവരെ എതിർക്കാനും വകവരുത്താനും നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ അതിന് പരിശ്രമിക്കരുത്. വിശ്വാസികളെയുമായിട്ട് ഒതുങ്ങിക്കൂടാൻ കഴിയുന്ന കേന്ദ്രങ്ങളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടുക, താമസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കൽപ്പന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പുറപ്പെടുവിക്കുമ്പോൾ
ഭാഗത്തും ഉള്ള വിശ്വാസികൾ കേന്ദ്രീകരിക്കുന്ന നേരത്തെ പറഞ്ഞ ആ പ്രദേശങ്ങൾ, വിശുദ്ധമായ മക്കയും മദീനയും ബൈത്തുൽ മഖ്ദിസും അടങ്ങുന്ന പ്രദേശങ്ങളിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, വിശ്വാസികൾ അവിടെ കേന്ദ്രീകരിക്കും. യഅ്ജൂജ് മഅ്ജൂജ് അതിന്റെ പുറപ്പാട് പറയുന്നതിന്റെ മുമ്പ് അവർ ആരാണെന്നും എന്താണ് അവരുടെ അവസ്ഥ എന്നും വിശുദ്ധ ഖുർആനിലൂടെ വിശദമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാത്രിയിലും ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ കഹ്ഫിൽ മുൻഗാമികളിൽ ഭൂമിയിൽ വലിയ ഭരണം നടത്തിയ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു ആ മഹാനുഭാവനുമായി ബന്ധപ്പെടുത്തി ആ സംഭവം അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. ദുൽഖർനൈൻ ചക്രവർത്തി മറ്റൊരു വഴിക്ക് പ്രവേശിച്ചു. 3 യാത്രകളാണ് ദുൽഖർനൈൻ രാജാവിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലതയുള്ള തിളക്കമാർന്ന 3 വിഷയങ്ങളെപ്പറ്റി സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് പറയും. അതിൽ അവസാനം പറഞ്ഞൊരു 3-ാമത്തെ റൂട്ട് കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിൽ ഒരു വടക്കോട്ട് പ്രവേശിച്ചുകൊണ്ട് മഹാനവറുകൾ 3-ാമത്തൊരു മേഖലയിലേക്ക് തിരിഞ്ഞപ്പോൾ ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈൻ, 2 പർവ്വതങ്ങൾക്കിടയിൽ, 2 ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ അതെവിടെയാണ് എന്ന് വിശദീകരിച്ചിടത്ത് തുർക്കിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തിന്റെ അങ്ങേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന 2 ഉയർന്ന പർവ്വതങ്ങൾ എന്ന് തഫ്സീറുകളിൽ എഴുതി കാണുന്നുണ്ട്. ജബലാനി ആലിയാനി ഫി മുൻഖത്തി അർളി തുർക്ക് മിമ്മാ യലിൽ മശ്രിഖ്, കിഴക്കിനോടടുത്ത് തുർക്കിയുടെ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോഴുള്ള ഭൂമി ആയിരിക്കില്ല അത്. ഒരുപാട് യാത്ര നടത്തി മഹാനവറുകൾ എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ്. 2 ഉയർന്ന പർവ്വതങ്ങൾക്ക് നടുവിൽ എത്തിയപ്പോൾ അവിടെ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, ആ 2 പർവ്വതങ്ങളുടെ പിറകിലായി മഹാനവറുകൾ എത്തിച്ചു ഒരു കൂട്ടം ആളുകളെ. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, അവരുടെ സംസാരം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ജനങ്ങൾക്ക് മൊത്തത്തിൽ അവരുടെ സംസാരം മനസ്സിലാകൂല. കാരണം അവരുടെ ഭാഷ ആർക്കും പരിചയമില്ലാത്ത ഭാഷയാണ്. ബഹുമാനപ്പെട്ടവർ ഇത് മനസ്സിലാക്കിയത് പിന്നെ എങ്ങനെ? ലാ യകാദൂന യഫ്ഖഹൂന, മനസ്സിലാക്കണമെങ്കിൽ നന്നായി പരിശ്രമിക്കണം. ഓരോന്നും കേട്ട് 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 ശീലമാക്കണം. അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാകൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആർക്കും തിരിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ദുൽഖർനൈൻ രാജാവിനെ തിരിഞ്ഞു എന്നൊരു ചോദ്യമുണ്ട്. അതിന് ലോകത്തെല്ലാവർക്കും തിരിയുന്ന ഒരു ഭാഷയുണ്ടല്ലോ, ആംഗ്യ ഭാഷ. അങ്ങനെയുള്ള ഭാഷയിലൂടെ, കാരണം അതിന് തഫ്സീറിൽ പറയുന്ന ഉദാഹരണം കമാ യഫ്ഹമുൽ ബുക്മു, സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ ഗ്രഹിക്കും പോലെ എന്നാണ്. അവരെങ്ങനെയാ ഗ്രഹിക്കല്? ആംഗ്യത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകും. തല കൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും കാണിക്കുന്ന ആംഗ്യങ്ങൾ, കണ്ണുകൊണ്ടൊക്കെ, അതിലൂടെ ചില കാര്യങ്ങൾ വേഗം സംസാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മനസ്സിലാവും. പക്ഷെ ഇവര് പറയുന്നുണ്ടോ എന്ന് വെച്ചാൽ പറയുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാകുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ നാട്ടിൽ നിന്ന് മറുനാട്ടിലേക്ക് പോയാൽ തന്നെ ചില വാക്കുകളൊന്നും നമുക്ക് പിടുത്തം കിട്ടൂല. സത്യത്തിൽ അതും മലയാളമായിരിക്കും.
വേറെ തീരെ പരിചയമില്ലാത്ത ഒരു നാട്ടിലേക്ക്, കേരളത്തിന്റെ മറ്റേ അറ്റോ ഈ അറ്റോ ഏതെങ്കിലും അറ്റത്തേക്ക് പോയാലും അങ്ങനെ തന്നെ അവസ്ഥ. നമ്മളെ സംബന്ധിച്ച് പുറത്തുനിന്ന് ഒരാൾ വന്നാലോ തീരെ മനസ്സിലാകൂല. ഇവർക്ക് സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് ദുൽഖർനൈൻ രാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ദുൽഖർനൈൻ ഇന്ന യജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർള് ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു എന്ന്, അല്ലെങ്കിൽ അവരുടെ ഭാഷ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പരിഭാഷകൻ അവിടെ ഉണ്ടായിരുന്നു, ആ പരിഭാഷകന്റെ സഹായത്തിലൂടെ മനസ്സിലാക്കി എന്നും വിവക്ഷിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാര് പറഞ്ഞു അങ്ങനെയല്ല, ദുൽഖർനൈൻ രാജാവിന് മനസ്സിലാകും, ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാകൂല. കാരണം ലോകം ചുറ്റി കറങ്ങി ഭരിച്ച രാജാവായതുകൊണ്ട് എല്ലാ ഭാഷയും പിടിപാടുണ്ട്. അല്ലാഹു തആല വലിയ സൗകര്യം നൽകിയ മഹാനാണ് ദുൽഖർനൈൻ ചക്രവർത്തി. ഒരു രാജാവിന്റെ പോസ്റ്റിൽ കണ്ടാ പോരാ, അല്ലാഹു തആല വിലായത്തിന്റെ പദവി നൽകി. വലിയാണ് എന്നതിൽ തർക്കമില്ല, നബിയാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ പക്ഷാന്തരമുണ്ട്. വലിയ സ്ഥാനമുള്ള മഹാനാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കാറ്റിനെ വാഹനമാക്കി കൊടുത്തു. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ വാഹനം മേഘമായിരുന്നു. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള് വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ. ഭൂമിയിൽ എവിടെയും ഏത് സമയത്തും സഞ്ചരിക്കാനുള്ള കഴിവും ശേഷിയും മഹാനവറുകൾക്ക് നൽകിയിരുന്നു. ആ മക്കന്നാ ലഹു ഫിൽ അർള് എന്ന് പറഞ്ഞതിൽ ഭാഷയും ഉൾപ്പെട്ടിട്ടുണ്ട്. സൗകര്യങ്ങൾ നമ്മൾ നൽകിയിരുന്നു. സൗകര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ് ഭാഷ, അതും നൽകി. മഹാനവറുകൾ ഈ ആളുകൾ അവരോട് പറഞ്ഞു, ഇവിടെ യജൂജ് മഅജൂജ് എന്ന സമൂഹമുണ്ട്. 2 ഗോത്രക്കാരാണ് അവർ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ നിന്നാണ് ലോകത്ത് എല്ലാ ഭാഗങ്ങളിലും മനുഷ്യർ വ്യാപിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ, കപ്പലിൽ കയറിയ വിശ്വസിച്ച മക്കൾ 3 എണ്ണമാണ്: സാമ്, ഹാമ്, യാഫിസ്. അതിൽ യാഫിസിനെ സംബന്ധിച്ചാണ് ഗ്രന്ഥങ്ങളിലൊക്കെ അബുത്തുർക്ക്, തുർക്കികളുടെ പിതാവ് എന്ന് പറയുന്നത്. ആ യാഫിസിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് നമ്മൾ ഇന്ന് പറയുന്ന യജൂജ് മഅജൂജ് വിഭാഗം. രണ്ട് ഗോത്രമാണ്, 2 വിശാലമായ ഗോത്രം. നമ്മൾ സാധാരണ ഔസ് ഖസ്റജ് എന്നൊക്കെ പറയുമ്പോൾ 2 വിശാലമായ ഗോത്രം. അത്രയല്ല, പരിധി കൂടുതലുണ്ട്. ആ 2 ഗോത്രങ്ങൾ, അവരുടെ സ്വഭാവമാണ് ഈ ദുൽഖർനൈൻ ചക്രവർത്തിയോട് പരാതിയായി പറയുന്നത്. മുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ നാശകാരികളാണ്. ഈ പറയുന്ന നല്ല ആൾക്കാർ, സ്വാലിഹീങ്ങളായ ആൾക്കാർ ദുൽഖർനൈൻ ചക്രവർത്തിയോട് പറയുന്നത്, ഞങ്ങളെ നാട്ടിലേക്ക് താമസിക്കുന്നിടത്തേക്ക് വന്നാൽ കുഴപ്പമില്ലാതെ വേറൊന്നും ഉണ്ടാക്കൂല. നാശം പിടിച്ചവരാണ്. എന്തൊക്കെ നശിപ്പിക്കും? തക്കം കിട്ടിയാൽ ആദ്യം തന്നെ കൊന്നുകളയും. പിന്നെ അവിടെയുള്ള ഞങ്ങളുടെ പാർപ്പിടങ്ങൾ, കൃഷികൾ എല്ലാം നശിപ്പിക്കും. നല്ല വസന്തകാലമാകുമ്പോ ഉണ്ടാകുന്ന നല്ല കായ്ക്കനികളും ഫലങ്ങളുമെല്ലാം മുഴുവനും അവർ എടുത്ത് പറിച്ച് വലിച്ചു കൊണ്ടുപോകും. ഇനി ഏതെങ്കിലും ഒന്ന് ഉണങ്ങി നിൽക്കുന്നുണ്ടോ അതും കൊണ്ടുപോകും. ചിലപ്പോഴൊക്കെ വന്ന് ഭക്ഷ്യവസ്തുക്കളൊന്നും കിട്ടാത്ത നേരത്താണെങ്കിൽ, ഞങ്ങളെ കൂട്ടത്തിലുള്ള ആടുമാട് ഒട്ടകങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്മാരെ പിടിച്ചുകൊണ്ടുപോകും ഭക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ കുഴപ്പം ചെയ്യുന്ന ഈ ആളുകളെ ഒന്ന് ഞങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു മറയുണ്ടാക്കി തരണം. ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദ. നിങ്ങൾക്ക് ഞങ്ങൾ വല്ല പാരിതോഷികവും തരാം,
അല്ലെങ്കിൽ വല്ല കൂലിയും തരാം, ശമ്പളവും തരാം. ഖർജൻ അലാ അൻത ജഅല ബൈനനാ വബൈനഹും സദ്ദ, ഞങ്ങൾക്കും അവർക്കും ഇടയിൽ നല്ലൊരു കെട്ടുറപ്പുള്ള മറയുണ്ടാക്കും. ഇനി അവരുടെ അക്രമം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അപ്പൊ മഹാനവർകൾ പറഞ്ഞു, നിങ്ങള് വിഷമിക്കേണ്ടതില്ല. മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഈനൂനി ബിഖുവ്വ, നിങ്ങൾ എനിക്ക് ശമ്പളം തരണ്ട, അള്ളാഹു എനിക്ക് തന്ന സൗകര്യം നിങ്ങൾ തരുന്നതിനേക്കാളും ഖൈറുൻ, ഉത്തമമാണ്. റബ്ബ് തആല എനിക്ക് തന്ന ചില തംകീൻ സൗകര്യങ്ങളുണ്ട്. ഭൂമിയുടെ ഏത് ഭാഗങ്ങളിൽ ഏതെല്ലാം വസ്തുക്കൾ കിടപ്പുണ്ട് എന്ന് അള്ളാഹു തആല എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തി എനിക്ക് നല്ല ഭിത്തിയും മറയുണ്ടാക്കി തരാൻ കഴിയും. പക്ഷെ നിങ്ങളെ ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കണം, ഫഅഈനൂനി ബിഖുവ്വ, നിങ്ങളുടെ കഴിവും പ്രാപ്തിയും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുന്ന വിഷയങ്ങളിൽ എന്നോട് സഹകരിക്കണം. എന്നാൽ അജ്അൽ ബൈനകും വബൈനഹും റദ്മ, അവർക്കും നിങ്ങൾക്കും ഇടയിൽ നല്ല ഒരു ഭിത്തി, നല്ല കെട്ടുറപ്പുള്ള ഒരു മറ ഞാൻ ഉണ്ടാക്കി തരും. എന്താ ചെയ്യേണ്ടതെന്നറിയാം? ആതൂനി സുബറൽ ഹദീദ്, നിങ്ങൾ എനിക്ക് കൊണ്ടുവരേണ്ടത് ഹദീദിന്റെ കട്ടകളെയാണ്, ഇരുമ്പിൻ കട്ടകൾ. അത് കൊണ്ടുവരണം. ഇരുമ്പിൻ കട്ടകൾ ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടുമെന്ന് അവർ ചോദിച്ചു. മഹാനവർകൾ പറഞ്ഞു, അതിന് ഞാൻ സ്ഥലം കാണിച്ചു തരാം. ആ സ്ഥലത്ത് നിങ്ങൾ പോയി കുഴിച്ചെടുത്താൽ ഇരുമ്പും തൊട്ടപ്പുറത്ത് തന്നെ ചെമ്പും ലഭിക്കും. അത് നിങ്ങൾ കഷ്ണങ്ങളാക്കി, ഒന്നാകെ കൊണ്ടുവരാൻ കഴിയില്ല, കഷ്ണങ്ങളാക്കി വെട്ടിയെടുത്തും കൊണ്ട് കൊണ്ടുവരും. സുബറൽ ഹദീദ്, ഇരുമ്പിന്റെ കഷ്ണങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ അവർ കൊണ്ടുവന്നു. പറഞ്ഞ രീതിയിൽ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് അവർ കുഴിച്ചു. നല്ല നല്ല വലിയ വലിയ കഷ്ണങ്ങൾ നോക്കി കുഴിച്ച്, വലിയ വലിയ ഇരുമ്പിൻ കഷ്ണങ്ങൾ. നല്ല ആരോഗ്യമുള്ള സമൂഹമാണ്. അവര് ചുമന്ന് ഓരോരുത്തരായി ചുമന്ന് കൊണ്ടുവന്ന് അവിടെ മഹാനവർകൾ ഈ രണ്ട് പർവ്വതത്തിന്റെ രണ്ട് ഇടയിലുള്ള ഒരു ഭാഗം, അതാണ് മറച്ചു കെട്ടുന്നത്, രണ്ട് മലകൾക്കിടയിലുള്ള ഭാഗം. ആ ഭാഗത്ത് 100 ഫർസഖ് എന്ന് കിതാബിൽ പറയുന്നു, അത്രത്തോളം അടിയിലേക്ക് കുഴിച്ചു. 100 ഫർസഖ് എന്ന് പറഞ്ഞാല് 1, 2, 10, 100 കിലോമീറ്റർ അല്ല. ഒരു 10, 16 ഫർസഖന്നെ 132, 8, 9 ഫർസഖന്നെ 132 കിലോമീറ്റർ വരും. അങ്ങനെ കൂട്ടി നോക്കുമ്പോ എത്രയോ ആഴത്തിൽ തറ കെട്ടാനാണ് കുഴിച്ചു. അങ്ങനെ കുഴിച്ച് വെള്ളം ഉത്ഭവിക്കുന്ന അത്രയും അടിഭാഗത്തേക്ക് കുഴിച്ചു. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കൂലേ, ആധുനിക യുഗത്തിലെ ഉപകരണങ്ങൾക്ക് ഈ രൂപത്തിൽ ഭൂമിന്റെ ഏറ്റവും വലിയ അടിയിലേക്ക് കുഴിക്കാൻ കഴിയുള്ളൂ. അമ്പിയാക്കളെ ഔലിയാക്കളെ കഴിവ് പോലെ, അമല് പോലെ ലോകത്ത് ആർക്ക് ചെയ്യാൻ കഴിയും? കഴിയില്ല സഹോദരങ്ങളെ. എത്രയോ വലുപ്പമുള്ള വൻ മതിലാണ് ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം റെഡിയായി കൊടുത്തു. മണ്ണെടുത്ത് കുഴച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒളിഞ്ഞു വീഴാൻ ഉദ്ദേശിക്കുന്ന, അതിനു വേണ്ടി തയ്യാറാകുന്ന നല്ലൊരു മതില്. ആ മതില് ഫാഖാമഹു നേരാക്കി കൊടുത്തു. പെട്ടെന്ന്. അത് ചെറിയൊരു മതിലല്ല, നല്ല ഉയരവും ആഴവുമുള്ള മതിലാണ്. അത് മഹാനവർകൾ ശരിയാക്കി പെട്ടെന്ന് ലെവലാക്കി കൊടുത്തു. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്, 1, 2, 10 ആളുകളെ കൊണ്ട്, 100 ആളുകളെ കൊണ്ട് കുറെ ദിവസം എടുപ്പിക്കേണ്ട ഒരു പണി ഇത്ര പെട്ടെന്ന് ചെയ്തു തീർക്കുമ്പോ ലൗ ശിഅത ലത്തഖൽത അലൈഹി അജ്റ, ഇത്ര വലിയ പണിയെടുത്ത് എന്തെങ്കിലൊക്കെ ഒരു കൂലി ചോദിക്കാമായിരുന്നു, ഭക്ഷണം കഴിക്കാതെ.
മൂന്നാമത്തെ ഈ ചോദ്യം ചോദിച്ചപ്പോ ഇനി ചാൻസ് ഇല്ല, ഹാദാ ഫിറാഖു ബൈനി വബൈനി, നമുക്ക് പിരിയാം, ചാൻസ് ഇനി നമ്മൾ കൂടെ പോന്നാ ശരിയാവും, ഞങ്ങളെ കൂടിയില്ല ഞങ്ങൾ എന്റെ കൂടിയില്ല, രണ്ട് വഴിക്ക് പോയി. പക്ഷെ അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഖളർ അലൈഹി സ്വലാത്തു വസ്സലാമിനും അള്ളാഹു ഭക്ഷണം നൽകിയിട്ടുണ്ട്, ഭക്ഷണം ഇറക്കി കൊടുത്തിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഖളർ അലൈഹി സ്വലാമിനും ഡയറക്റ്റ് അള്ളാഹു ഭക്ഷണം ഇറക്കി കൊടുത്തവർ കഴിച്ചിട്ടുണ്ട്. നമ്മളെ വിഷയം അവിടെയല്ല, ആ വലിയ മതില് എത്ര പെട്ടെന്നാണ് മഹാനവറുകൾ പണി തീർത്തു കൊടുത്തത്. അവരെ പണി എങ്ങനെയാണ്? അതുപോലെ ഹൈസ്പീഡിൽ എടുക്കാൻ കഴിയുന്ന ഒരു ഉപകരണവും നാട്ടിലില്ല. എത്ര ആഴത്തിലേക്കാണ് കുഴിച്ച് ആ രണ്ട് മലകൾക്കിടയിലുള്ള എട എന്ന് പറയുന്നത് തന്നെ 3 മൈലുണ്ട്. 3 മൈല്, മൈലീസല്ല, മൈലീസൊക്കെ വ്യത്യാസമുണ്ട്. 3 മൈല്, ആ 3 മൈൽ ഉള്ള സ്ഥലം 100 ഫർസഖ് തായോട്ട് കുഴിച്ച്, അങ്ങനെ അതിന്റെ തറ നല്ല കല്ലും ഉരുക്കിയ ചെമ്പും, കളിമണ്ണിന് പകരം ചെമ്പ് ഉരുക്കിയിട്ട് കല്ലിൽ ഫിറ്റാക്കി കൊടുത്തു. എന്നിട്ട് അതിന്റെ മേലെ ഈ ഇരുമ്പിന്റെ ഓരോ കഷ്ണങ്ങൾ കൊണ്ടുവന്നു വെച്ചു. ഓരോ 2 കഷ്ണങ്ങൾക്കിടയിലും മഹാനവറുകൾ വിറക് കത്തിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചു. വിറക് കത്തിക്കാനും ഓരോ ഇരുമ്പുകൾക്ക് ചൂട് പിടിക്കാനൊക്കെ നല്ലോണം ചുട്ട് പഴുത്തിങ്ങനെ നിൽക്കണം. ആ രൂപത്തിൽ അതിനെ മുകളിലേക്ക് ഹത്താ ഇദാ സാവാ ബൈന സ്വദഫൈൻ, 2 ഭാഗങ്ങൾക്കിടയിലുള്ള ആ വിടവ് അതങ്ങോട്ട് സമമായി മലമുകളിലേക്കെത്തി റെഡിയായപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഹത്താ ഇദാ സാവാ ബൈന സ്വദഫൈൻ ഖാലം ഫുഹു, ഊതി കത്തിക്കാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ ഉയരവും വീതിയും പറഞ്ഞിടത്ത് ഈ മറയുടെ ഈ കെട്ടിയുണ്ടാക്കിയതിന്റെ ഉയരം 200 മുഴമാണ്, വീതി 50 മുഴമാണ്. എന്നിട്ട് ചുറ്റുഭാഗത്തും അടിഭാഗത്തൊക്കെ നല്ലോണം ചൂടാക്കാൻ ഊതി കത്തിക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ വെച്ച് പണിക്കാരോട് പറഞ്ഞു, ഉംഫുഹു, എല്ലാവരും ഊതാൻ. എങ്ങനെയാ ഊതുന്നത്? ഈ ഇരുമ്പിൻ കഷ്ണങ്ങൾ അതിനിടയിൽ നമ്മളെ കൊല്ലപ്പണിക്കാരുടെ ഒലോക്കില്ലേ തിരിക്കുന്നേ, അതേപോലത്തെ ഉപകരണങ്ങൾ ഘടിപ്പിച്ചു വെച്ച് തിരിക്കുക. അങ്ങനെ ഹത്താ ഇദാ ജഅലഹു നാറൻ, ഈ ഇരുമ്പിൻ കഷ്ണങ്ങൾ മുഴുവനും ശരിക്കങ്ങോട്ട് തീയായി മാറി. നാറെന്ന അഥവാ ശരിക്ക് ചൂടുള്ള തീ, കണ്ടാല് ഇങ്ങനെ തീക്കട്ട പോലെ രൂപത്തിലും ചൂടിലും അതേ രൂപത്തിലായപ്പോ ഖാല ആതൂനി ഉഫ്രിഗ അലൈഹി ഖിത്റാ, ഇനി ആ നല്ലോണം ഉരുക്കിയെടുത്ത ചെമ്പുണ്ട് ഈയം, അത് കൊണ്ടുവരും, ഇതിന്റെ മുകളിലൂടെ ഒഴിക്കട്ടെ. മുകളിലൂടെ ഒഴിച്ചിട്ട് ആ ഇരുമ്പിൻ കഷ്ണങ്ങൾക്കുള്ള ഇടയിലൂടെ ഉള്ള ഗ്യാപ്പുകളൊക്കെ അടക്കാണ്, ഇറ്റാക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സിമന്റും കളിമണ്ണൊക്കെ തേക്കുന്ന സ്ഥലത്താണ് ഈ ഉരുക്കിയ ഈയം കൊണ്ട് ഇരുമ്പിൻ കഷ്ണങ്ങളെ ജോയിന്റ് ആക്കുന്നത്. എന്നിട്ട് പിന്നെ മുകളിൽ നിന്ന് തായോട്ടും ഒന്നുകൂടി ഒഴിക്കും. അപ്പോ ഇത് മിനുസമായി, ലെവലായി, എവിടെയും പിടിക്കാനുള്ള ഒരു പഴുതുണ്ടാവില്ല, പിടിച്ചു കയറാൻ പഴുതുണ്ടാവില്ല. ആ രൂപത്തിൽ അങ്ങോട്ട് ശരിയാക്കി ഒരൊറ്റ ഇരുമ്പിൻ കട്ട പോലെ, ഒരൊറ്റ ഇരുമ്പ് പോലെ മൊത്തം അങ്ങോട്ട് ഈയം ഉരുക്കി ഒഴിച്ച് റെഡിയാക്കി മഹാനവറുകൾ മിനുസമാക്കി നല്ല രൂപത്തിൽ അവിടെ കെട്ടിപ്പടുത്തുയർത്തി വെച്ചു. അതിന് ഈ പറഞ്ഞ സമൂഹത്തെ സഹായത്തിന് വിളിച്ചു.
പരാതി പറഞ്ഞ ആളുകൾ. എന്നിട്ട് അവിടെ അവരിൽ നിന്ന് ഇവർക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വലിയ ഭിത്തി ഉണ്ടാക്കി കൊടുത്തു. ആ യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ഈ വലിയ സമൂഹം, അവരെ പറ്റി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവര് ചില്ലറക്കാരല്ല, വിവിധ തരം ആളുകളുണ്ട്. ചിലരുടെ നീളം, പലവിധം ആൾക്കാരുണ്ട്. ചിലരുടെ നീളം 120 മുഴമാണ്. ചില ആൾക്കാരെന്നെ 120 മുഴം എന്ന് പറഞ്ഞാൽ ഈ ടൗണിൽ ഇപ്പൊ അത്ര വലിയ ബിൽഡിംഗ് ഉണ്ടാവുമോ? 120 മുഴം എത്ര ഉയരമാണ്? ഇതിപ്പോ ഈ കാണുന്ന തൂണ് എത്ര മുഴം ഉണ്ടാവും? 1, 2, 3, 4, 5 മുഴം ഉണ്ടാവും ഏറിപ്പോയാൽ. ഉണ്ടാവില്ലേ? എന്നാ ഒരു ഏകദേശം 10 കുട്ടികൾ. എന്നാലും അപ്പൊ ഒരു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നീളം 60 അല്ലേ? ഇത് അതിന്റെ ഇരട്ടിയാ 120 എന്ന് പറഞ്ഞാൽ. അതൊരു വിഭാഗം. വേറൊരു വിഭാഗം ആളുകൾ അവരുടെ പിന്നെ ഓരോ ഭാഗത്തുള്ള കവിൾ തന്നെയുണ്ട് 2, 3 ഒക്കെ മുഴം കവിൾ തന്നെ. അതിനനുസരിച്ച് ശരീരത്തിന്റെ നീളവും മറ്റും വ്യത്യാസമുണ്ട്. വേറൊരു വിഭാഗം കിബാറുൽ ആദാൻ, വലിയ ചെവിയുള്ളവർ, കാതുള്ളവർ. 2 ഭാഗത്തും ഒരു കാത് വിരിക്കും, മറ്റേ കാത് കൊണ്ട് പൊതുക്കും. അത്രയും വിശാലമായ വീതിയുള്ളവരാണ്. അതിനനുസരിച്ച് അവരെ ശരീരം മൊത്തം മറക്കുന്ന രോമങ്ങളാണ്. ഈ രോമം കൂടിയാൽ തന്നെ, ദജ്ജാലിനെ പറ്റി പറഞ്ഞാൽ രോമം കൂടിയാൽ തന്നെ മനുഷ്യനെ കണ്ടാൽ തന്നെ ഒരറുപ്പും വെറുപ്പും പേടിയും ഒക്കെ കൂടെ ആയിരിക്കും. ഒന്നായിട്ട് മൊത്തം താഴെ മുതൽ ഒന്നായിട്ട് മറക്കുന്ന രോമങ്ങൾ. ആ രോമങ്ങളാണ് ചൂടും തണുപ്പും അവർക്ക് കാവൽ നൽകുന്നത്. ആ രോമങ്ങളാണ് സത്യത്തിൽ. നമ്മുടെ ശരീരത്തിൽ, നാൽക്കാലികളുടെ ശരീരത്തിലുള്ള രോമങ്ങളില്ലല്ലോ. മഴ എത്ര അവർ കൊള്ളുന്നു, എന്നിട്ട് ആർക്കെങ്കിലും ജലദോഷം, പനിയുണ്ടോ? എത്ര മഴ കൊള്ളുന്നുണ്ട്, എത്ര ചൂടുള്ള വെയിലത്ത് മേയുന്നുണ്ട്. പക്ഷെ ആ രൂപത്തിൽ ഇവർക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുകയാണ്. ഇതന്നെയാണ് ഇവരെ മറ എന്ന് പറഞ്ഞാൽ പ്രത്യേക വസ്ത്രധാരണ ഒന്നുമില്ല. ചെന്നായ്ക്കൾ ശബ്ദിക്കുന്നത് പോലെ ശബ്ദിക്കും. മൃഗങ്ങൾ വേഴ്ച നടത്തും പോലെ ലൈംഗിക വേഴ്ച നടത്തും. അവരുടെ കൈകളുടെ നഖങ്ങളൊക്കെ ഒരു പ്രത്യേക നഖങ്ങളാണ്. മാന്തി പിളർത്താൻ പറ്റുന്ന നല്ല ഉളി പോലെയുള്ള നഖങ്ങൾ. അതുപോലെ അവരുടെ വായകളിലുള്ള തേറ്റകളും, ആ തേറ്റകൾ ഇങ്ങനെ ഒന്ന് മറ്റൊന്നിനോട് കൂട്ടിമുട്ടിയാൽ ഒരു പ്രത്യേക ശബ്ദം കേൾക്കാൻ പറ്റും. കഹറക്കത്തിൽ ജർസി ഫി ഹുലൂഖിൽ ഇബിൽ. ഒട്ടകത്തിന്റെ കഴുത്തിലൊക്കെ കിട്ടുന്ന, ആടിന്റെ കഴുത്തിലൊക്കെ കിട്ടുന്ന ഒരു മേട്ടം മേടിയാൽ ഒരു മണിമുഴങ്ങുന്ന ശബ്ദമുണ്ട്. അതുപോലെ ശബ്ദം ഉണ്ടാവും പല്ല് തമ്മിലൊന്നും മനസ്സിലായി. ചില്ലറ പല്ലൊന്നാവില്ല, ചില്ലറ തേറ്റയാവൂല. ലാ യമറൂന ബിഫീലിൻ വലാ ജമലിൻ വലാ വഹ്ശിൻ വലാ ഖിൻജീർ ഇല്ലാ കലു. അവർക്ക് ആന, ഒട്ടകം, കാട്ടിലെ മൃഗങ്ങൾ, പന്നി, ഏത് കിട്ടിയാലും കുഴപ്പമില്ല, അതൊക്കെ അവർ ഭക്ഷിക്കും. എന്തും ഭക്ഷിക്കും. അതിനവരൊരുക്കാണ്. ഇനി കുറച്ചൊക്കെ വിശപ്പ് കൂടുതലാണെങ്കിൽ അവരെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകളെയും ഭക്ഷിക്കും. പ്രാണികളെ ഭക്ഷിക്കും. തേളുകളെയും പാമ്പുകളെയും ഭക്ഷിക്കും. അങ്ങനെയുള്ള ഒരു വിഭാഗം. എവിടെങ്കിലും ഏതെങ്കിലും ഭാഗങ്ങളിൽ അവർ വന്ന് താമസിക്കുകയാണെങ്കിൽ ആ താമസിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ ഒന്നും കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ റബ്ബ് തആല ഇവരെ വിശപ്പടക്കാൻ വേണ്ടി ചെയ്യുന്നത്, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, പാമ്പുകളെ കൂട്ടത്തിൽ തിന്നീൻ എന്ന് പറഞ്ഞൊരു പാമ്പുണ്ട്.
ഉഗ്രൻ വിഷമുള്ള പാമ്പാണ്. അതുകൊണ്ടാണ് സത്യനിഷേധിയുടെ ഖബറുകളിലൊക്കെ 99 തിന്നീനുണ്ടാകുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നല്ല 99. അതിൽ നിന്ന് ഒന്ന് ഹദീസിലുണ്ട്, ഒന്ന് ഭൂമിയിൽ വന്നിട്ട് ഒന്നിങ്ങനെ ഒരു തുള്ളി വെള്ളം ഒന്ന് തുപ്പിയാൽ മാ അമ്പത്തത്തിൽ അർദു ഷൈഅ, ഭൂമിയിലൊന്നും മുളക്കൂല. അത്രയും ഗൗരവമുള്ള വിഷസർപ്പങ്ങളുണ്ട്. ഒന്നല്ല സഹോദരങ്ങളെ, 99. ഒന്ന് കാണുമ്പോഴേക്ക് എന്നെ പേടിയില്ല. മുഅ്മിനീങ്ങൾക്കല്ല, സത്യനിഷേധികൾക്ക്. അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷയാണ്. അങ്ങനെയുള്ള വിഷസർപ്പങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നീളമുള്ളതിനെ നോക്കിയിട്ട് ഇവരുടെ ഭാഗത്തേക്ക് അടുപ്പിച്ചു കൊടുത്ത് ഈ പരാതിപ്പെട്ട ആളുകൾ ഇവരെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ദുൽഖർനൈൻ രാജാവേ, ഇവിടെ ഒരു സമൂഹമുണ്ട്. നേരത്തെ പറഞ്ഞ ആ 2 മലകൾക്കിടയിലായിട്ട് വലിയ സമൂഹമാണ്. ഖൽഖം മിൻ ഖൽഖില്ലാ. അവരിൽ അധിക ആളുകളും മനുഷ്യരോട് രൂപസാദൃശ്യമുള്ളതാണ്. മനുഷ്യരാണ്, പക്ഷെ ചിലപ്പോ ചിലർ രൂപം കണ്ടാലും മനുഷ്യരല്ലേ എന്ന് തോന്നിപ്പോകും. നേരത്തെ പറഞ്ഞ രൂപം കാണുമ്പോൾ 2 താഴെ വരെ മുട്ടുന്ന 2 ചെവി കണ്ടാല് പേടിയായി പോകും. ആ ആളുകളെ ഒന്ന് ഒതുക്കി നിർത്തിത്തരാനാണ് മഹാനവറുകളോട് പറഞ്ഞത്. അല്ലാഹു തആല അവർക്ക് കൊടുക്കും പോലെയുള്ള വികസനവും വളർച്ചയും മറ്റാർക്കും നൽകിയിട്ടില്ല. ഒരു വർഷത്തിൽ ഇവർക്ക് വല്ലാത്ത വികസനവും വളർച്ചയും. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഇവരെ പോലെ വളരുന്ന ആളുകളെ കാണാൻ കഴിയൂല. ഇവരെ പോലെ വർധനവുള്ള ആൾക്കാരെയും കാണാൻ കഴിയൂല. ഓരോ ദിവസവും അവരിങ്ങനെ വർദ്ധിക്കുന്നു, എണ്ണം പെരുകുന്നു. അവരിനിയും ഇങ്ങോട്ട് വരാതെ അവരെ തടഞ്ഞു നിർത്താനാണ് ദുൽഖർനൈൻ രാജാവിനോട് ആ ജനത മുഴുവൻ ആളുകളും വന്ന് അപേക്ഷിച്ചത്. ദുൽഖർനൈൻ രാജാവ് അവരെ ഒന്ന് കാണാൻ വേണ്ടി പോയി. അവരെ ഒന്ന് നോക്കാനും എങ്ങനെയുണ്ട് എന്നൊക്കെ ശ്രദ്ധിക്കാനും. മഹാനവറുകൾ പോയി നോക്കുമ്പോ, അവര് താമസിക്കുന്നിടത്ത് പോയി നോക്കുമ്പോ ഫൈദാഹും അലാ മിഖ്ദാരിൻ വാഹിദിൻ, ആണും പെണ്ണും ഒക്കെ ഒരേ അളവിലാണ്. എളുപ്പം കുറഞ്ഞവരൊന്നല്ല, നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളവരാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, ലഹും മഖാലീബ്, അവർക്ക് നഖങ്ങളുടെ, നമ്മുടെയൊക്കെ കയ്യിലുള്ള നഖങ്ങളുടെ സ്ഥാനത്ത് അവർക്ക് വലിയ വലിയ കൊളത്തുകൾ, വലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രത്യേക തരം കൊളത്തുകളാണ് അല്ലാഹു തആല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തും ത്വരക്കാനും മാന്തിപ്പിടിക്കാനും തകർക്കാനൊക്കെ കഴിയും. അവർക്ക് മൃഗങ്ങളെ പോലെ തേറ്റകളുണ്ട്. വഹനാകുൻ കഹനാകില്ലിബിൽ, ഒട്ടകത്തിന്റെ താട പോലെ താടയുണ്ട്. ഇങ്ങനെയുള്ള ഈ മനുഷ്യന്മാരെ കണ്ടപ്പോ മഹാനവറുകൾ അവരുടെ രൂപഭാവങ്ങളൊക്കെ ശ്രദ്ധിച്ച് ശരിക്കും അവരെ പറ്റി പഠിച്ചു നോക്കി. അവരിൽ ഒരാണും പെണ്ണും മരിക്കണമെങ്കിൽ 1000 മക്കൾ അവരിൽ നിന്ന് ജനിക്കണം. ഒരാൾക്ക് 999 കുട്ടികൾ ഉണ്ടായാൽ പറയും ടൈമായിട്ടോ, ഒരു ചാൻസും കൂടി ഉണ്ട്. ഒരാൾക്ക് 1000 മക്കൾ. അപ്പോ എത്ര സംഖ്യ കൂടുതലുണ്ടാകും? ഇതൊക്കെ കേൾക്കുമ്പോ നമ്മളെ മനസ്സിൽ, ഉസ്താദ്, ഇത്രയും അധികം ആളുകളെ ഉൾക്കൊള്ളാനും വളർത്താനും ഒക്കെ പറ്റിയ ഒരു പ്രദേശം അവിടെ ഉണ്ട്. ഇത്ര ആളുകൾ വേണപ്പോ എന്ന് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ 1 നൂറ്റാണ്ട് 2 നൂറ്റാണ്ട് 3 നൂറ്റാണ്ടൊന്നല്ലല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് തന്നെ 1400 വർഷങ്ങൾ കഴിഞ്ഞില്ലേ? അതിനും എത്ര മുമ്പാണ്. അപ്പൊ ദുൽഖർനൈൻ രാജാവ് മഹാനവറുകളുടെ കാലം എന്നാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്താണ് ദുൽഖർനൈൻ രാജാവുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കാണാൻ വേണ്ടി മക്കയിലേക്ക് ദുൽഖർനൈൻ രാജാവ് വന്നിട്ടുണ്ട്. വലിയ രാജാവല്ലേ വരുന്നത്. രാജാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാഹനം കൊടുത്തയച്ചു.
പക്ഷേ ആ വാഹനത്തിൽ ദുൽഖർനൈൻ രാജാവ് യാത്ര ചെയ്തില്ല. വാഹനം സ്വീകരിക്കാതെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അടുത്ത് വന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുള്ള വലിയ ബഹുമാനം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കാണാൻ വേണ്ടി വന്നത്. ഒരുപാട് കാഴ്ചകൾ കണ്ട് വിവിധ സമുദായങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് ദുൽഖർനൈൻ ചക്രവർത്തി. ആ മഹാനുഭാവൻ പറയുന്നു, ഈ മനുഷ്യന്മാര് ഒരാൾക്ക് 1000 മക്കൾ ഒരാളെ മുതുകിൽ നിന്ന്, 1000 കുഞ്ഞുങ്ങൾക്കൊരു പെണ്ണ് ജന്മം നൽകും. മരണം ഉറപ്പായി കഴിഞ്ഞാൽ അവരതിനു വേണ്ടി ഒന്നൊരുങ്ങി ആളങ്ങ് മരിക്കും. മരിക്കുന്ന നേരത്ത് കാര്യമായിട്ട് ഭക്ഷണം കിട്ടാത്ത നേരമാണെങ്കിൽ പിന്നെ അയാളെ അടക്കം ചെയ്യേണ്ടി വരില്ല. അത് പിന്നെ ഇവർക്ക് തന്നെ ഭക്ഷണമായി അവരെന്നെ അതിനെ ഉപയോഗിക്കും. അങ്ങനെ ഓരോ വർഷവും കഴിയും തോറും ആണും പെണ്ണും ഇങ്ങനെ പെരുകി പല ഭാഗങ്ങളിലേക്കും വർദ്ധിച്ച് ഒരുപാട് കൂട്ടമായി ആളുകൾ വികസിച്ച് വളർന്നു വരും. ദുൽഖർനൈൻ ചക്രവർത്തി പറയാണ്, ഇവര് വല്ലാതെ ആരോഗ്യമുള്ള ആളുകളാണ്. ചെറിയ ആരോഗ്യം എന്നല്ല, വലിയ ആരോഗ്യമുള്ള ആളുകളാണ്. അവരെ ആ ആരോഗ്യത്തിന്റെയും ശക്തിയുടെയും വർധനവ് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന, ഈസാ നബിയെ, ഒരു ടീമിനെ ഞാൻ അയക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റൂല. ആരോടത് പറയുന്നത്? ഒരുപാട് മനുഷ്യന്മാരെ വഴിപിഴപ്പിച്ച് സ്വർഗവും നരകവും ഒക്കെ കാണിച്ചു കൊടുത്ത ആൾക്കാരെ പറ്റിച്ച ദജ്ജാലിനെ വകവരുത്തിയ മഹാനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വകവരുത്താൻ പോകുന്നത് ആ ഈസാ നബി അലൈഹി സ്വലാം ദജ്ജാലിനൊക്കെ വകവരുത്തി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അള്ളാഹു തആല പറയുന്നത്, ഇങ്ങനെ ഒരു ടീം വരുന്നുണ്ട്, അവരെ എതിർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, നേരിടാൻ കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആളുകളെയുമായിട്ട് ഒതുങ്ങിക്കൂടേണ്ട കേന്ദ്രങ്ങളിലേക്ക്, വിശുദ്ധമായ മക്കയും മദീനയും ബൈത്തുൽ മഖ്ദിസിലേക്ക് മുസ്ലിങ്ങൾ അവിടേക്ക് അങ്ങോട്ട് കേന്ദ്രീകരിക്കും. ഇവര് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതിനു മുമ്പ് സഹോദരങ്ങളെ ഒരു വിഷയം കൂടി ഇവിടെ പറയട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ്. ഇങ്ങനെ ഒരു സ്ഥലത്തെ പറ്റി ഉള്ള ചർച്ച, ഈ ആളുകളെ പറ്റിയുള്ള ചർച്ച പറയുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാര് കണ്ട ആളുകള് അത് റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ പറയുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു ഒരാൾ വന്നിട്ട്, നബിയെ, ഖദ് റഅയ്ത സദ്ദ യഅജൂജ വമഅജൂജ്, യഅജൂജ് മഅജൂജിനെ അപ്പുറത്ത് മറയാക്കി വെച്ച ആ അടച്ചു വെച്ച ഭിത്തി തങ്ങൾ കണ്ടിട്ടുണ്ടോ? തങ്ങൾ പറഞ്ഞു, കണ്ടിട്ടുണ്ട്. എന്നാ അതൊന്ന് വിശദീകരിച്ചു തരൂ, എങ്ങനെയാണ് ആ ഭിത്തിയുടെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് നല്ല മിനുസമുള്ള ഒരൊറ്റ ചുമര് പോലെ നല്ല ഭംഗിയുള്ളൊരു ചുമരാക്കി കെട്ടി ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടുള്ള റൂട്ട് ത്വരീഖത്തുൻ സൗദാ വ ത്വരീഖത്തുൻ ഹംറാ, കറുത്ത വഴിയുണ്ട് ചുവന്ന വഴിയുണ്ട് റൂട്ട്. ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചിട്ടുണ്ട്, തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ചിട്ടുണ്ട് ഇസ്രായിന്റെ യാത്രയിൽ. പക്ഷേ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ വലിയ വൻ സമൂഹം തങ്ങൾ ആ വിളിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ചെറിയൊരു സമാധാനം, തിരിഞ്ഞു നോക്കിയിട്ടും കൂടി. ദുൽഖർനൈൻ ചക്രവർത്തി അവരെ ക്ഷണിക്കാനും മറ്റൊക്കെ പോയപ്പോ തന്നെ അവരുടെ അവസ്ഥ എങ്ങനെയാണ്? ഭരണാധികാരികൾപ്പെട്ട അൽ ഖലീഫത്തുൽ വാസിഖ് തന്റെ ഭരണത്തിൽ കുറച്ചാളുകളെ, വലിയ ഒരു സൈന്യത്തെ ഈ ഭിത്തി കാണാനും മറ്റൊക്കെയായി വിശേഷിപ്പിച്ചു കൊടുക്കാനുമായിട്ട് വലിയ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയച്ചിരുന്നു. അവര് ഓരോ നാട് മാറി അടുത്ത നാടിലേക്ക്, ഒരു ഭരണം കഴിഞ്ഞ് അടുത്ത ഭരണത്തിലേക്ക് അങ്ങനെ ചെന്ന് അവര് ലാസ്റ്റ് ഈ ചെമ്പും ഇരുമ്പും സമ്മിശ്രമാക്കി ഉണ്ടാക്കിയ ഈ വലിയ ഭിത്തി അവർ കണ്ടു. സുബ്ഹാനല്ലാഹ്, അവർ പറയുന്നു, അതിന് വലിയ ഒരു വാതിൽ പോലത്തെ ഒരു സംഭവം ഞങ്ങൾ കണ്ടു.
പക്ഷേ ആ വാതിലൊന്നും തുറക്കാൻ കഴിയൂല. അഖ്ഫാലുൻ അളീമ, വലിയ വലിയ പൂട്ടുകളാണ് അതിലുള്ളത്. അപ്പുറം മറ്റൊരു ഭാഗത്ത് അവർ പോയി നോക്കുമ്പോ, അതിന്റെ വേറൊരു ഭാഗത്ത് നോക്കുമ്പോ കുടിച്ച് ബാക്കി വെച്ച പാലും അതുപോലെ തന്നെ ചില പണികൾ ബാക്കി വെച്ച് പോയ, ക്രിയകൾ ബാക്കി വെച്ച് പോയ ചില പണികളൊക്കെ അവിടെ കണ്ടു. ആളുകൾ പണിയെടുത്ത് ബാക്കി പൂർത്തിയാക്കാതെ പോയത്. വലിയ വലിയ കാവൽ ഭടന്മാർ അവിടൊക്കെയുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് എത്തി നോക്കാൻ, അതിന്റെ മുകളിലേക്ക് കയറി അപ്പുറത്തേക്ക് എത്തി നോക്കാൻ സാധിക്കാതെ അവര് മടങ്ങിപ്പോന്നു. അവര് ഈ നാട്, ഈ ഭാഗം കണ്ടെത്താൻ വേണ്ടി ആകെ ഉപയോഗിച്ചത് 2 വർഷത്തിലധികമുള്ള സമയം. നമ്മളിന്ന് ആളുകൾ പറയുന്ന വൻമതിലൊന്നും അല്ല ഈ ഉദ്ദേശിക്കുന്നത്. അതിന്റെ മുകളിലൊക്കെ ഒരു അപ്പുറത്തും അങ്ങനത്തെ ഒരു വലിയ ആൾക്കൂട്ടത്തൊന്നും കാണാന് കണ്ട ആൾക്കാരൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. സത്യത്തിൽ ഉപകരണങ്ങളുടെയും മനുഷ്യരുടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ പ്രവേശിക്കാനൊക്കെ തടസ്സമുള്ള ഭൂമിയുടെ അങ്ങേ അറ്റത്തേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ, എത്തിപ്പെട്ടാൽ തന്നെ അതിസാഹസികമായി പലതും സ്വരൂപിച്ചു കൊണ്ടുപോയി തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ഭാഗത്ത് അല്ലാഹു തആല ഇവരെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഫമസ്തഉ അൻ യദ്ഹറൂഹു വമസ്തതഉ ലഹു നഖബ. അല്ലാഹു തആല പറഞ്ഞു, അവർക്ക് അതിന്റെ പുറത്ത് കയറി ഇങ്ങോട്ട് ചാടാൻ സാധിക്കൂല. ഒന്ന് അതിന്റെ ഉയരം, മറ്റൊന്ന് അതിന്റെ നൈർമല്യം. കുത്തിപ്പിടിച്ച് കയറണമെങ്കിലൊന്നും ഉരം വേണ്ട, ഉരമില്ല, നല്ല മിനുസമാണ്. വമസ്തതഉ ലഹു നഖബ, അടിയിൽ നിന്നതിനെ മാന്തി പൊളിച്ച് പിളർത്തി വരാൻ അതിനും സാധിക്കൂല. 2 ശൈലിയിലാണ് അവിടെ ഓത്ത്. നമ്മൾ ഓതുമ്പോൾ ചിലപ്പോ 2 ഒരേ ശൈലിയായി മാറും. ആദ്യം ഫമസ്തഉ അൻ യദ്ഹറൂഹുന ഓതുമ്പോ 2ഉം ഫമസ്തതഉ കൂട്ടി അപ്പുറത്തും ഫമസ്തതഉ അല്ല അപ്പുറത്തും അങ്ങനെ ഉണ്ടായിക്കോട്ടെ നിധി ഓതും. ആദ്യത്തത് ഫമസ്തഉ ലഹു അൻ യദ്ഹറു വമസ്തഉ അൻ യദ്ഹറൂഹു, രണ്ടാമത്തത് വമസ്തതഉ അൻ ലഹു നഖബ. തുരന്ന് പുറത്തേക്ക് വരാൻ കഴിയൂല. നല്ല കട്ടിയും ഉറപ്പുമുള്ള കാരണം വല്ലാതെ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. മാന്തി തുറന്ന് കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കി അടർത്തിയെടുത്ത് വരാൻ അവർക്ക് കഴിയാത്തൊരവസ്ഥയും അവിടെയുണ്ട്. വിശുദ്ധ ഖുർആൻ ഈ പറയുന്ന സംഭവം ഖുർആനിന്റെ അമാനുഷികത കൂടി തെളിയിക്കപ്പെടുകയാണ്. കാരണം അങ്ങനെ ഒരു ടീമുണ്ട് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവമായിട്ട് നിലനിൽക്കുന്നു. അവർക്കങ്ങനെ വരാൻ സാധിക്കൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും നിലനിൽക്കുകയാണ്. ഇനി അവര് വരുന്ന ഒരു സമയവും സന്ദർഭവും ഉണ്ട്. അതെപ്പോഴാണ്? എല്ലാ ദിവസവും അവരത് കുടിക്കാനും മാന്തി പിളർത്തി വരാനും വേണ്ടി അവര് ശ്രമിക്കും. എല്ലാ ദിവസവും രാവിലെ അവർ പുറപ്പെടും. ഒരു വലിയ സമൂഹം പുറം ലോകം കാണാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എന്നിട്ട് അവരങ്ങനെ കുടിക്കും. കുഴിച്ച് 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 രാത്രിയാകുന്ന സമയത്ത് ക്യാപ്റ്റൻ പറയും, ഇന്ന് നമുക്ക് മടങ്ങിപ്പോകാം, ഇന്ന് നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയും. പിറ്റേന്ന് രാവിലെ വന്ന് നോക്കുമ്പോ ഇന്നലെ കുഴിച്ചു വെച്ചത് കൂടി അടഞ്ഞിട്ടുണ്ട്, മൂടിയിട്ടുണ്ട്. വീണ്ടും കുടിക്കാൻ തുടങ്ങും. കുഴിച്ച് കുഴിച്ച് ഹത്താ ഇദാ കാദു യറൗന ശുആ, ഇപ്പുറത്തുനിന്ന് പ്രകാശരശ്മികൾ കാണാൻ രൂപത്തിലായാൽ അവര് പറയും, അള്ളാഹു അവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ടൈമൊക്കെ ആകുമ്പോ അവര് പറയും, ഇനി നമുക്ക് മടങ്ങിപ്പോകാം, ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ എന്ന് പറയും. എല്ലാവരും പറയും ഇൻഷാ അല്ലാഹ് ബാക്കി നാളെയാണ്, ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ എന്ന് പറഞ്ഞ് എല്ലാവരും അവിടുന്ന് ഒഴിവാകുമ്പോ, അവിടുന്ന് പോകുമ്പോ, പിന്നെ പിറ്റേ ദിവസം വന്നു നോക്കുമ്പോ
ഈ ഇൻഷാ അല്ലാഹ് എങ്ങനെ പറയില്ലെന്നൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ, അല്ലേ? ഉണ്ട്. അതിന് ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവരുടെ പുറപ്പാടിനോടനുബന്ധിച്ച് ഖലഖ ഫീഹിം റജുലൻ മുഅ്മിനൻ, അവരുടെ കൂട്ടത്തിൽ ഒരു മുഅ്മിനായ വ്യക്തിയെ അല്ലാഹു ഖൽഖ് ചെയ്യുന്ന, അയാൾ പറയുന്ന വാക്കാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ബാക്കിയുള്ളവര് ഏറ്റു പറയും ഇൻഷാ അല്ലാഹ്. അവര് പറയും, ഇയാൾ പറയുമ്പോ അവരും പറയും. പിറ്റേന്ന് വന്ന് നോക്കുമ്പോ ഇനി കുറച്ചുകൂടി കുഴിച്ചാ മതി, നല്ല ഊക്കിൽ അവർ കുഴിച്ച് പിറ്റേന്ന് രാവിലെ വരുമ്പോ ഖൂലു ബിസ്മില്ലാ, ഇദ്ദേഹം പറയും ബിസ്മി കൊണ്ട് തുടങ്ങാൻ. അപ്പൊ എല്ലാരും ബിസ്മില്ലാഹി ചൊല്ലും. അപ്പൊ പിന്നെ അവിടെ ഒരു ചോദ്യം പിന്നെയുണ്ടല്ലോ, ബിസ്മില്ലാഹി അവര് ചൊല്ലിയിട്ട് കാര്യമുണ്ടോ? ചൊല്ലാൻ പറഞ്ഞു കൊടുക്കുന്ന ആള് ചൊല്ലുമ്പോ ഒരു കാര്യം ഉണ്ടാവും. അവർക്കതിൽ പുണ്യൊന്നുമില്ലെങ്കിലും, പക്ഷെ ചൊല്ലാൻ പറഞ്ഞു കൊടുത്ത ആൾ ബിസ്മില്ല കൊണ്ട് തുടങ്ങാൻ പറഞ്ഞില്ലേ, അപ്പോലും ബിസ്മില്ലാഹി ചൊല്ലിയിട്ട് തുടങ്ങുമ്പോ, ബിസ്മില്ലാഹി ഏതായാലും വലിയ ബറക്കത്തുള്ളതാണല്ലോ. ഇപ്പൊ അള്ളാഹ് എന്നുള്ള ഇസ്മ അത് ഒരു മൂമിനായ മനുഷ്യൻ ചുമന്നാൽ ഉള്ള പുണ്യം പോലെ അല്ലെ, അതേ പുണ്യമല്ലെങ്കിലും കുറച്ചൊക്കെ ഒരു പുണ്യം ആ ഇസ്മ മറ്റുള്ളവർ ചുമന്നാലുണ്ടാകും. കാരണം ആ ഇസ്മിന് ബഹുമാനുണ്ട്, ചുമക്കുന്ന ആളെ ബഹുമാനല്ല. മനസ്സിലായില്ല? അതുകൊണ്ടാണ് സഹോദരങ്ങളെ, തഫ്സീർ റാസിയിലൊക്കെ കാണാം, എത്ര കൊല്ലം അള്ളാഹുവിനോട് പറഞ്ഞിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാം ഫിർഔനൊന്ന് ശരിയാക്കണം ചോദിച്ചില്ലേന്നു? എത്ര സൗകര്യമുള്ള ആളാ ഫിർഔൻ, ഓനൊന്ന് ശരിയാക്കണം. എന്റെ അള്ളാഹുത്തല എത്ര ആൾക്കാരെ ആക്രമിച്ചു, കുറെ ബനീ ഇസ്രായേൽക്കാരെ ആക്രമിച്ചില്ലേ? പിന്നെ എന്തേ അള്ളാഹുത്തല അവനെ പണിയാക്കാതിരുന്നത്? അതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇലാഹിയത്ത് വാദിക്കുന്നതിന്റെ മുമ്പ്, ഞാനാണ് റബ്ബ്, ഞാനാണ് ഇലാഹാണെന്ന് വാദിക്കുന്നതിന് മുമ്പ് ഫിർഔന് അവന്റെ കൊട്ടാരത്തിന്റെ വാതിൽ പടിക്കൽ എഴുതി വെച്ചിരുന്നത് അള്ളാഹുവിന്റെ ഇസ്മായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കാവൽ അവനുണ്ടായിരുന്നു എന്ന് റാസിയിൽ കാണാം, തഫ്സീർ റാസിയിലുണ്ട്. അത് എഴുതി വെച്ചു എന്ന് എഴുതിയിട്ടാണ് മുസ്ലിം ആകുന്നില്ല. മുസ്ലിം ആവോ? മുസ്ലിമാണ്. എന്നാ വിൽക്കുന്ന ആൾക്കാരെത്തണ്ട് ഓരൊക്കെ മുസ്ലിമാണ്ട്. ബിസ്മില്ലാഹി ഇതിങ്ങനെ എഴുതി വെച്ചത്, അല്ലെങ്കിൽ അതിന്റെ ഫ്ലക്സ്, അതിന്റെ പിന്നെ ശരിക്കും ആൽബത്തിലാക്കി വിൽക്കുന്ന ആൾക്കാരില്ലേ, ഒരു വിൽപ്പന എന്നുള്ള ആൾക്കാർ കൊണ്ടുവരാണ്. ഈ ബിസ്മില്ലാഹി എന്ന് എഴുതി വെച്ചിരുന്നു എന്നതുകൊണ്ട് വലിയൊരു കാവൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പൊ അത് അവരും ചൊല്ലും, ഏറ്റു ചൊല്ലും. എന്നിട്ട് അവര് കുടിക്കാൻ തുടങ്ങും. കുടി അന്നത്തോട് തീരും. പിന്നെ അവർ പുറത്തേക്ക് വരാൻ. പുറത്തേക്ക് വന്നാൽ കാണുന്നവരെ മുഴുവനും കൊല്ലും. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒതുങ്ങിക്കഴിയാൻ അള്ളാഹുവിന്റെ കൽപ്പന. കാണുന്നത് മുഴുവനും കൊല്ലും, കിട്ടുന്നത് മുഴുവനും ഭക്ഷിക്കും. എന്ത് കിട്ടിയാലും ഭക്ഷിക്കും. അതല്ലേ എന്ത് കിട്ടിയാലും ഭക്ഷിക്കും. അങ്ങനെ ഒരു പടപ്പ്, എന്ത് കിട്ടിയാലും ഭക്ഷിക്കും. ഏത് വെള്ളവും അവര് കുടിക്കും. അവര് കടന്നു വരുമ്പോ തൊബരിയ തടാകത്തിലൊക്കെ നല്ല വെള്ളമുണ്ട്. പക്ഷേ അവരാദ്യ ടീം വരുമ്പോ ആ വെള്ളം കുടിച്ചു കഴിയുമ്പോ അടുത്ത ടീം പറയും, ഇവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ അല്ലെ, ചെറിയ നനവൊക്കെ കാണുന്നുണ്ട്, മറ്റൊരു കുടിച്ചു തീർത്ത്. ഭൂമിയിലെ ജലാശയങ്ങളൊക്കെ മൊത്തം ഒരു കുടിച്ചു തീർത്താലേ സുബ്ഹാനല്ലാഹ്, കാര്യം പോക്കന്നെ. അങ്ങോട്ട് പരന്ന് വരില്ലേ ഒന്നായിട്ട്. അള്ളാഹു പറഞ്ഞു നോക്ക് നിങ്ങൾ, ആ ആളുകൾ ഈ യജൂജ് മഅജൂജ് എന്ന വിഭാഗം തറക്നാ ബഅലഹും യമൂജു ഫീ ബഅലി. യമൂജു എന്ന് പറഞ്ഞാൽ സാധാരണ തിരയടിക്കുന്നതിനാണ് അറബിയിൽ മൗജ്, തിര അടിക്കും പോലെ ഒരു ടീം ഒന്നായിട്ട് ആദ്യ ടീം ഇങ്ങനെ കടന്നു വരികയാണ്. എന്നിട്ട് കടലിലൂടെ കൊണ്ടുപോയാൽ കടലിലുള്ള മത്സ്യങ്ങൾ, ഞണ്ട്, അതിലുള്ള ആമ, എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും മറ്റു ജീവികളെയും ഇവര് ഭക്ഷിക്കും. ചില പണ്ഡിതന്മാര് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല
ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വിട്ട 5 നദികളുണ്ട്, 5 പുഴകളുണ്ട്. അത് അല്ലാഹു എടുത്തുയർത്തും എന്ന് ചില തഫ്സീറുകളിൽ കാണാം. ഖുർആനിനെയും അല്ലാഹു ഉയർത്തും അതിന്റെ പരിശുദ്ധിക്ക് വേണ്ടി. ഇങ്ങനെയുണ്ട്. ഇൽമിനും പരിശുദ്ധി ഉണ്ടല്ലോ, അതും അല്ലാഹു ഉയർത്തും. പിന്നെ അങ്ങനെ മടക്കി കൊടുക്കൂല എന്നല്ല, ഇവരെ കാലം കഴിഞ്ഞ ശേഷം ഇവരിൽ നിന്ന് പരിശുദ്ധിക്ക് വേണ്ടി. അതിൽ എണ്ണിയിട്ടുണ്ട് ടൈഗ്രീസ്, യൂപ്രട്ടീസ് നദിയും, നൈൽ നദിയും, സൈഹൂൻ നദിയും, ജൈഹൂൻ നദിയും. അതിൽ ഇന്ത്യയിലുള്ളതാണ് സൈഹൂൻ എന്നാണ്. നമ്മൾ ചില്ലറ ആൾക്കാരല്ല, സ്വർഗത്തു നിന്നുള്ള നദി കൊടുത്ത്. അല്ലാഹ്, യൂപ്രട്ടീസും ടൈഗ്രീസും ഒക്കെ പിന്നെ ഇറാഖ് ആ ഭാഗത്താണ്. മിസ്ർ ഭാഗത്ത് നൈല്. ഇത് അല്ലാഹു തആല അങ്ങോട്ട് ഉയർത്തുമെന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പിന്നെയും ജലാശയങ്ങളുണ്ടല്ലോ, അതിലൊക്കെ നടന്നുപോയി ഒരു തുള്ളി വെള്ളം ബാക്കി വെക്കാതെ ഒക്കെ കുടിച്ച് എല്ലാ ഭാഗത്തിലൂടെയും ചുറ്റി സഞ്ചരിച്ച്, പക്ഷേ 4 സ്ഥലങ്ങളിലേക്ക് കടക്കാൻ കഴിയാതെ അവര് സ്തംഭിച്ചു. അവിടേക്ക് കടക്കാനുള്ള അവസാനത്തെ ഒരു ശ്രമം അവർ നടത്തുന്ന ഹദീസിലുണ്ട്. വല്ലാത്ത ആൾക്കാർ തന്നെയാണ് ഇവര്. ഈസാ നബി അലൈഹിസ്സലാമും കൂട്ടരും ആ ടൈമിൽ അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് പ്രാർത്ഥന നടത്തും. അള്ളാഹുവേ, സഹിക്കാൻ പറ്റും, എത്ര ദിവസമായി ഇവരിങ്ങനെ വന്ന് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പോണ പോക്ക്. സഹോദരങ്ങളെ, ഭൂമിയുടെ ഏതോ ഒരു ദിക്കിൽ ഒരു ചെറിയ വൈറസ് ഇങ്ങനെ തെറിച്ചപ്പോഴേക്ക് ആളുകൾ പേടിച്ച ഓർമ്മ ഉണ്ടാവും. ലോകം മൊത്തം പേടിച്ചത് ഓർമ്മ ഉണ്ടാവും. ഇത് 1, 2 വൈറസ് അല്ല, 1000, 10,000 കൂട്ടം ഒന്നായിട്ടാണ്. എത്രയാണ് ഇവരെ എണ്ണം? ഇവരെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയില്ല എന്നുണ്ട് ചില റിപ്പോർട്ടിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യന്മാരെ അല്ലാഹു തആല ബാക്കിയുള്ള മനുഷ്യന്മാരും ഇവരും നോക്കിയാൽ മൊത്തത്തിൽ നോക്കുമ്പോ 10ൽ 1 ഉള്ളൂ ബാക്കിയുള്ളവര്, ബാക്കി 9 ഇവരാണ്. അത്രയധികം ആളുണ്ടോ? ഉണ്ട് എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്ത് ഒരു രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചിരുന്ന് ചിന്തിച്ച് കരഞ്ഞ് വിഷമിച്ചൊരു ഹദീസുണ്ട്. ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഒക്കെ രണ്ടുപേരും മറ്റു മഹാന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നാളെ ആഖിറത്തിലെ ഒരവസ്ഥ, ആഖിറത്തിൽ നടക്കുന്ന ഒരു അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിന്. നാളെ ആഖിറത്തിൽ എത്തുമ്പോ വല്ലാത്ത ഗൗരവമുള്ള സമയം. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിയത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹാ വതറന്നാസ സുക്കാറാ വമാ ഹും ബിസുക്കാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. ആഖിറത്തിലെ മഹ്ശറിലെ ഭീകരമായ അവസ്ഥകൾ വിശദീകരിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, നാളെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വിളിക്കുന്ന ഒരു നേരമുണ്ട്. ആദമേന്ന് വിളിക്കും. ആദം നബി അലൈഹിസ്സലാം ഉത്തരം ചെയ്യും, ലബ്ബൈക വസഅദൈക് വൽ ഖൈറു ഫീ യദൈക്. അല്ലാഹുവിന് ഉത്തരം ചെയ്യുമ്പോൾ അല്ലാഹു പറയും, ആദം നബിയെ, അഖ്രിജ് ബഅസന്നാർ, നരകത്തിലേക്കുള്ള വിഭാഗത്തെ നിങ്ങളെ മുതുകിൽ നിന്ന് പുറത്തേക്ക് തള്ളണം. മഹാനവർകൾ ചോദിക്കുന്നു, എത്രയാണത്? മിൻ കുല്ലി അൽഫിൻ തിസ്അമിഅതിൻ വതിസ്അതൻ വതിസ്ഈൻ, ഓരോ 1000-ൽ നിന്നും 999 എണ്ണത്തെ നരകത്തിലേക്ക് തള്ളണം. മനുഷ്യ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളാണ് ലാസ്റ്റ് വരെ വരുന്നവര്. മൊത്തം കണക്കിൽ നിന്നാണ് അള്ളാഹു പറയുന്നത്. 1000 കൂട്ടിയാൽ അതിൽ 999 നരകത്തിലേക്ക് പോകണം. ഇത് പറയുമ്പോഴാണ് യശീബുസ് സഗീർ, ചെറിയ കുട്ടികൾ നരബാധിച്ചു പോകും. ഖുർആൻ പറഞ്ഞല്ലോ, യൗമൻ യജ്അലുൽ വിൽദാന ശീബാ, കുട്ടികൾ നരബാധിക്കുന്നത് നമ്മളിവിടെ കണ്ടിട്ടില്ല. കൗമാരപ്രായത്തിൽ നരബാധിക്കുന്നൊരു പക്ഷേ കണ്ടെന്ന് വരും. ശരീരത്തിന്റെയോ മറ്റോ മാറ്റം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു പറയും. ചിലര് ഭാഗ്യനരാന്നും കൗമാരനരാന്നൊക്കെ വിളിക്കും. പക്ഷേ കുട്ടികൾ നരബാധിച്ചു പോകും, ചെറിയ മക്കൾ നരബാധിച്ചു പോകും. സ്വഹാബത്ത് ഈ ഹദീസ് കേട്ടിട്ടാകെ ബേജാറാകുന്നു.
കാരണം 999 അംഗങ്ങൾ, അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ സുഖം 1000 അങ്ങോട്ട് പോകുമ്പോ ഒന്നിങ്ങോട്ട്. അങ്ങനെയാണെന്ന് പറയുമ്പോ അവർ ചോദ്യം, യാ റസൂലല്ലാഹ് അയ്യുനാ ദാലിക്കൽ വാഹിദ്, ഞങ്ങളെ കൂട്ടത്തിൽ ആ ഒന്ന് ആരാണ്? ഞങ്ങളെ കൂട്ടത്തിൽ ആ ഒന്നുണ്ടല്ലോ, ആ ഒന്ന് ആരാണ്? ആ ഒന്നാരാണ്? അവരെ മനസ്സിൽ മുഴുവനും വിഷമം. അന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുപ്പിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെച്ച ചട്ടി അങ്ങനെ തന്നെ സുബഹി വരെ ആ ചട്ടിയിൽ ഒന്നും ഉണ്ടാക്കില്ല. ആ ചട്ടി അവിടെ അങ്ങനെ വെച്ച് ചിന്തയിലായി പോയി. പടച്ചോനെ, ആഖിറത്തിൽ വരുന്ന ആ ഒരു നേരം അല്ലാഹു തആല ഇങ്ങനെ കണക്ക് വെച്ചിട്ട് ഇങ്ങനെ തള്ളിവിടുമ്പോ സ്വർഗത്തിലേക്ക് പോകാൻ പരിമിതമായ എണ്ണം മാത്രമല്ലേ ഉള്ളൂ. 10 കോടി ആൾക്കാരെ കൂട്ടുമ്പോ കുറഞ്ഞ ആളല്ലേ സ്വർഗത്തിലേക്കുള്ളൂ. നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോ ഒരു 10,000 ആളെ കൂട്ടി നോക്കുമ്പോ എത്ര ആളാ സ്വർഗത്തിലേക്ക്? 10 ആള്. അത്രയല്ലേ ഉള്ളൂ. 1,00,000 ആളെ കൂട്ടി നോക്കുമ്പോ 100 ആള്. 1,00,000 ആൾക്കാരെ അപ്പുറത്തേക്ക് പോകുമ്പോ സ്വർഗത്തിലേക്ക് 100 ആള്. ഈ ഹദീസ് ചിന്തിച്ച് സ്വഹാബത്ത് വല്ലാതെ ഗൗരവത്തോടെ. ചിലരൊക്കെ ചോദിച്ചു, നബിയെ, ഏതായാലും അള്ളാഹു കണക്കാക്കിയില്ലേ, ഞങ്ങൾ എന്തിനാണ് ഇനി അമൽ ചെയ്യുന്നത്? ആരാ ചോദിക്കുന്നത്? അമലൊക്കെ ചെയ്ത് അള്ളാഹു സ്വീകരിക്കത്തക്ക വിധത്തിലുള്ള അമലൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി ആയത്തിറങ്ങിയിട്ടും ഹദീസ് ഇറങ്ങിയിട്ടും വാങ്ങിയ ആളുകൾ. അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയല്ലേ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അള്ളാഹുവിനെ പറ്റി പറഞ്ഞത്. അതല്ലേ ഏറ്റവും വലുത്. ഒരു റുദ്വാനും മിനല്ലാഹി അക്ബർ. ആ തൃപ്തി സംഭരിച്ച മഹാന്മാരാ ചോദിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളാ ചോദിക്കുന്നത്, അയ്യുനാ ദാലിക്കൽ വാഹിദ്. തങ്ങൾ പറഞ്ഞു, അബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളെ കൂട്ടത്തിൽ നിന്നാണ് ആ 999 എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഫഇന്ന മിൻകും റജുലാ വമിൻ യഅജൂജ വമഅജൂജ അൽഫാ. അപ്പോഴാണ് സ്വഹാബത്തിന് സമാധാനമായത്. നിങ്ങളിൽ നിന്നൊരാൾ സ്വർഗത്തേക്ക് പോകുമ്പോ യജൂജ മഅജൂജിൽ നിന്ന് 1000 നരകത്തിലേക്ക്. അപ്പൊ ഇവരെത്ര വേണം? നമ്മൾ സ്വഹാബത്തിന്റെ ഒരു കണക്ക് 1,24,000 കൂട്ടുമ്പോഴേ ഓരോന്നിനും കൂട്ടണം കേട്ടോ. ഓരോന്നിന് എത്ര 1000 വെച്ച് കൂട്ടണം? അപ്പൊ എത്ര ഉണ്ട് വരി? അല്ല, അത് സ്വഹീഹുൽ ബുഖാരിയിൽ ആദ്യത്താണ് ഈ വായിക്കുന്നത്. ആ ഒന്ന് നിങ്ങളെ കൂട്ടത്തിന് പോകുമ്പോ അപ്പുറത്തുനിന്ന് 1000. അപ്പൊ ഒരു 10 സ്വഹാബി പോകുമ്പോ 10,000 യജൂജ് മഅജൂജ്. 100 സ്വഹാബി പോകുമ്പോ 1,00,000. ഇനി ബാക്കി 1000, 10,000, 20,000, 30,000, ലക്ഷം കൂട്ടി. അപ്പൊ എത്ര ആളുകളുണ്ട് ഇവര്? അതുകൊണ്ടാണ് അവർ പുറത്തേക്ക് വരുന്ന രംഗത്തെ പറ്റി ഖുർആൻ പറഞ്ഞപ്പോഴേ ഇവിടുന്ന് ഖബറിന്ന് എണീറ്റ് മഹ്ശറിലേക്ക് പോകുന്ന അതേ വാക്കാണ് അള്ളാഹു പ്രയോഗിച്ചത്. ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. യഅജൂജ് മഅജൂജിനെ തുറക്കപ്പെട്ടാൽ, ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജു, യഅജൂജ് മഅജൂജ് എന്ന 2 സമൂഹത്തെ പുറത്താക്കപ്പെട്ടാൽ, അതിൽ അവർക്ക് തുറന്നു നൽകപ്പെട്ടാൽ, ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് അവർക്കുള്ള ആ ഭിത്തി തുറക്കപ്പെട്ടു പോയാൽ, വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, എല്ലാ ഉയർന്ന വഴികളിലൂടെയും കുന്നിൻ പ്രദേശങ്ങളിലൂടെയും, യൻസിലൂൻ, വേഗത്തിൽ അവർ സഞ്ചരിക്കും. വേഗത്തിൽ കാലടുപ്പിച്ച് വെച്ച്, ഓട്ടം അടുപ്പിച്ച് വെച്ച് പെട്ടെന്ന് അവർ എത്തും. എല്ലാ ഭാഗത്തേക്കും അവർ യാത്ര ചെയ്ത് മുന്നിട്ടെത്തും. ഉയർന്ന ഭാഗങ്ങളിലൂടെ കയറി ഇറങ്ങാനൊന്നും അവർക്കൊരു പണിയില്ല, ഒരു പ്രയാസമില്ല, പെട്ടെന്ന് അവരെത്തും. അതേ ഒരു പ്രയോഗല്ലേ യാസീനിൽ അല്ലെ? യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ എന്ന് പറയുന്നതിന് മുമ്പ് അല്ലാഹു തആല പറഞ്ഞു, വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ബടിദാ പറഞ്ഞു മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. വേഗത്തിലാ പോവുക. വിളിയാളങ്ങോട്ട് കേട്ടാൽ പിന്നെ അവിടെ കാത്തു നിൽക്കൂല.
കാത്തു നിൽക്കൂല, ഖബറിന്റെ ഉള്ളിൽ കുറച്ചേരം കൂടി നിൽക്കട്ടെ നിൽക്കൂല. ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അവരവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് രക്ഷിതാവായ അള്ളാഹുവിലേക്ക് പെട്ടെന്ന് വേഗത്തിൽ അവർ ഇറങ്ങി പുറപ്പെടും. കൊണ്ടുപോകാനേ ഖബർ അങ്ങോട്ട് തുറന്ന് പുറത്തേക്ക് അങ്ങോട്ട് തല വെച്ച് നിൽക്കുമ്പോഴേക്ക് വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഓരോ ഖബറാളിയുടെ കൂടെ ആഖിറത്തിലേക്ക് പോകുമ്പോ രണ്ട് മലക്കുകൾ ഉണ്ടാകും. ഒന്ന് സായിഖ്. ഇപ്പൊ നമ്മള് സായിക്കിന് എന്താ അർത്ഥം വെക്കുന്ന? ഡ്രൈവർ എന്നല്ലേ അല്ലെ? ഡ്രൈവറല്ലേ വണ്ടി ഇങ്ങനെ ഓട്ടിപ്പോ മുന്നോട്ട് നടക്കുന്ന തെളിക്കുന്ന ആള് നടക്കുന്ന എന്താ പണി? ഞാൻ സവാക്കിന്റെ വിഷയം പോയതാണ്. ഇതന്നെ സായിഖ്. എന്റെ സായിഖ് അതിന്റെ ഏകവചന. സായിഖ് കൂടെ ഓരോരുത്തരും കൂടെ തെളിക്കുന്ന ആളുണ്ടാവും. ഇപ്പുറത്ത് സാക്ഷി നിൽക്കുന്ന ആൾ. അനുകൂലമായിട്ടാണെങ്കിൽ അനുകൂല സാക്ഷി, പ്രതികൂലമായിട്ടാണെങ്കിൽ പ്രതികൂല സാക്ഷി. മഹ്ശറിലെത്തുന്നത് വരെ ആ സാക്ഷി ഇങ്ങനെ പറയും, ഏയ് അന്ന് അങ്ങനെ ചെയ്തില്ലേ, നിങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടു, അതുകൊണ്ടാണ് ഖൈറിട്ടു എന്ന് അനുകൂല സാക്ഷി. പ്രതികൂല സാക്ഷി, അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, കുടുങ്ങാൻ പോണ കൊടുക്കന്നേട്ട്, ചില്ലറ കൊടുക്കല്ല. ഓരോരുത്തരും വജാഅത്ത് കുല്ലു നഫ്സിൻ, ആരും ഒഴിവില്ല, എല്ലാ ശരീരത്തിന്റെ കൂടെയും സായിഖും വശഹീദ്. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ, നല്ല എളുപ്പം അള്ളാഹു നൽകുമാറാകട്ടെ. ഇവര് പിന്നെ വരവേണ്ട നിങ്ങൾ മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. ഉയർന്ന വഴികളിലൂടെ ചാടിക്കതച്ച് വരാൻ വാഹനം വേണോ? എന്ത് വാഹനം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്ര മുഴം കൂടുതലുള്ള ആൾക്കാർ എത്ര നടത്തത്തിൽ എത്ര സ്പീഡ് ഉണ്ടാവും? കാരണം പോലെ കാലന്റേതായിട്ടുണ്ടാവും. ഇപ്പൊ ഒരു 30 ഒരു 20 മുഴയുള്ള ആളാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നടക്കണമെങ്കിൽ നമ്മളാളെ കൂടെ നടത്താൻ എത്തൂല. പിന്നെ നടക്കത്തു. നാട്ടില് സാധാ ഹൈറ്റുള്ള ആൾക്കാർ കൂടെ നടന്നിട്ട് എത്തുന്നില്ല, എന്നിട്ടാ പിന്നെ അതിലും കൂടുതലുള്ള ആൾക്കാർ കൂടെ ഇത്ര വേഗത്തിൽ നടക്കുന്നവരെ അവര്. അപ്പൊ അത്രയും വേഗത്തില് അവര് സ്പീഡിൽ ഇങ്ങോട്ട് പുറത്തേക്ക് വരും. ഈ ഹദീസ് പറഞ്ഞ് സ്വഹാബത്തിന് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിപ്പിക്കുന്ന ഒരു വാക്കുകൂടി പറഞ്ഞു. ഹദീസ് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഒന്ന് പൂരിപ്പിക്കും. ലാസ്റ്റ് തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഇന്നി അർജു അൻ തകൂനു റുബുഅ അഹ്ലിൽ ജന്ന. സ്വഹാബത്തിനോട്, നിങ്ങൾ നാളെ സ്വർഗക്കാരിൽ കാൽഭാഗം, റുബുഅ് 4 പറഞ്ഞ കാൽഭാഗല്ലേ, കാൽഭാഗം നിങ്ങളാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്വഹാബത്ത് വരെ അത് കേട്ട് ഞങ്ങളൊക്കെ തക്ബീർ ചൊല്ലി. അവരോടാണ് അത് പറയുന്നത് കേട്ടോ, നമ്മളോടല്ല. രണ്ടാമത് തങ്ങൾ പറയുന്നു, അല്ല അർജു അൻ തകൂനു സുലുസ അഹ്ലിൽ ജന്ന. കാൽഭാഗമെന്നല്ല, സ്വർഗത്തിലെ 1/3. അപ്പോഴും ഞങ്ങൾ തക്ബീർ ചൊല്ലി. സ്വർഗത്തിലെ 1/3 ബാക്കി. പിന്നെയും തങ്ങൾ പറഞ്ഞു, അർജു അൻ തകൂനു നിസ്ഫ അഹ്ലിൽ ജന്ന. നിങ്ങൾ സ്വർഗക്കാരിൽ പകുതി ഉണ്ടാകും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോഴും ഞങ്ങൾ തക്ബീർ ചൊല്ലി. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, മാ അൻതും ഫിന്നാസി ഇല്ലാ കശ്ശഅറത്തി സൗദാഇ ഫീ ജിൽദി സൗരിൻ അബിയൽ. നിങ്ങളെ വെളുത്ത ഒരു കാളയുടെ തൊലിയിൽ ഉള്ള കറുത്ത പുള്ളി പോലെയുണ്ട്. നിങ്ങൾ കുറച്ചേ ഉള്ളൂ, ആൾക്കാർ കുറേവിടെ വരാണ്ട്. പക്ഷെ പറഞ്ഞിട്ട് ലാസ്റ്റ് സ്വർഗത്തിലെ പകുതി ആൾക്കാർ ഉണ്ടാവും പറഞ്ഞില്ലേ. അപ്പൊ ഇനി ബാക്കിയുള്ളവരൊക്കെ കൂടി കൂട്ടിയിട്ട് എത്രയേ ഉള്ളൂ? പകുതിയുള്ളൂ. അള്ളാഹു നമുക്ക് ആ സ്വർഗീയ സ്ഥലിൽ അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുക്കളെയും അള്ളാഹു പെടുത്തി തരട്ടെ. പകുതി സ്വഹാബത്ത് കവർ ചെയ്ത്. കാരണം സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ വളരെ തുച്ഛാണ് നീ ഹദീസ് തന്നെ മനസ്സിലായി. 1000 ആൾക്കാർ അപ്പുറത്തേക്ക് പോകുമ്പോ അപ്പുറത്ത് 1000-ൽ എത്ര ശതമാനം കുറവ്, എത്ര ഇങ്ങോട്ട് പോകുന്നു? അതിന്റെ 1% എന്ന് പറയാനല്ലോ, 1 ഒരു മെമ്പറല്ലേ ആകെ പോകുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. ആ യഅ്ജൂജ് മഅ്ജൂജ് എന്ന വിഭാഗം അവരിവിടെ വന്ന് എല്ലാ വഴിയിലും പ്രവേശിച്ച് കിട്ടുന്നത് മുഴുവനും അവര് നശിപ്പിച്ച് അവസാനം അവര് പറയും, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂട്ടരെയും ഒക്കെ വളയാൻ വേണ്ടി അവരവിടെ പോയിട്ട് പറയും, നമ്മൾ ഏതായാലും നമ്മൾ ഇവിടെ വന്നു, നമ്മൾ ഇനി ഭൂമിയിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ തകർത്ത് കളഞ്ഞു, ഇനി ഒരു ടീം മാത്രം ബാക്കിയുണ്ട്.
ഏതാണ് ആ ടീം? സുരക്ഷിത സ്ഥലങ്ങളിൽ കഴിയുന്ന ആളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അവരെയും നമുക്ക് പിടിച്ച് ശരിയാക്കണം. എന്നിട്ട് ഇവർ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? അവരെ കയ്യിലുള്ള അമ്പുകളെ കൊണ്ട് അവർ മുകളിലേക്ക് ആകാശത്തിലേക്ക് അമ്പെയ്യുന്നു. ആ അമ്പ് തായോട്ട് വരുമ്പോ അതിന്റെ തലഭാഗത്ത് രക്തക്കളർ കാണുന്നുണ്ട്. രക്തക്കളർ കാണുമ്പോ അവര് പറയും, ലഖദ് ഖതൽനാ അഹ്ലസ് സമാ, ആകാശവാസികളെയും നമ്മൾ കൊന്നുകളഞ്ഞു. അത് അവരെ സമാധാനത്തിനാണ് ഓല പറയുന്നത്, അല്ലാതെ ആ അമ്പൊന്നും അവിടെ എത്തിയിട്ടില്ല. അവര് ഊക്കിൽ അമ്പ ചെയ്യുന്നുണ്ട്, പക്ഷെ തിരിച്ചു വരുമ്പോ അവരെ സമാധാനം, അവിടെയുള്ളവരൊക്കെ കൊന്നുകളഞ്ഞു. ഇനി ആകെ ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അവരെയും കൂടി നശിപ്പിക്കണം എന്ന നിലക്ക് ആ സുരക്ഷിത കേന്ദ്രങ്ങൾ ഇവര് വളയുമ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നഗഫ് എന്ന് പേരുള്ള നല്ല പുഴുക്കളെ അള്ളാഹു അഴിച്ചുവിടും. ചെറിയ പുഴുക്കൾ, ബാക്ടീരിയകളെ. തുസമ്മൻ നഗഫ്. ആ അണുക്കൾ വന്ന്, ആ പുഴുക്കൾ വന്ന് ഇവരുടെ പെരടിയിൽ പിടിക്കും. ഓരോരുത്തരുടെയും പെരടിയിൽ ഒന്ന് കടിക്കുമ്പോഴേക്ക് അതാ ഓരോ ഭാഗത്തേക്ക് അങ്ങനെ വീഴുന്നു. എല്ലാ ഭാഗത്തേക്കും വീണുപോവുകയാണ്. ഇനി ബാക്കിയില്ലാത്ത രൂപത്തിൽ എല്ലാവരും വീണുപോകുന്നു. എല്ലാവരും പല ഭാഗത്തേക്ക് ഇങ്ങനെ വീണ് തകർത്ത് ഇങ്ങനെ വീഴുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളിൽ നിന്നൊരാൾ പറയും, ഒക്കെ പണിയായി തോന്നുന്നുണ്ട്, ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. ഇറങ്ങിയിട്ടെന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നോക്കുമ്പോ എവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഒരു ഹിക്മത്ത് കൂടി മനസ്സിലാക്കണം. റബ്ബ് തആലാന്റെ ശിക്ഷ അങ്ങനെ വലിയ വലിയ ആൾക്കാരെ അല്ലാഹു തആല നശിപ്പിക്കുന്നതേ ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ. അങ്ങനെ ഖുർആനിലെ ഉടനീളം നമുക്കത് കാണാൻ കഴിയും. അബ്രഹത്തിനും കൂട്ടരെ എങ്ങനെ നശിപ്പിച്ചത്? വഅർസല അലൈഹിം തുയറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ചെറിയ കല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന കടലല്ലേ, കടല പൊറാട്ടക്കും മറ്റൊക്കെ നിൽക്കുന്ന ആ കടലല്ലേ, ആ കടലിന്റെ അത്ര വലുപ്പല്ല നമ്മൾ കഴിക്കുന്ന പയറില്ലേ, പയറിനെക്കാളും കുറച്ച് വലുപ്പമുണ്ട്. അതാ കല്ല്. ആ കല്ലുകൊണ്ടാണ് കൃത്യമായിട്ട് എറിഞ്ഞത്. നേരെ ഇവിടെയുള്ള ആ മുടിയില്ലാത്ത സ്ഥലല്ലേ, കൃത്യം തെറ്റിയിട്ടൊന്നും, അളവ് തെറ്റിയിട്ടൊന്നുമില്ല, ആളെയും തെറ്റിയിട്ടില്ല. വലിയ രസം. ആ പക്ഷികൾക്കൊക്കെ അല്ലാഹു തആല തിരിച്ചറിവ് നൽകിയിട്ടുണ്ട്. ആ യുക്തിവാദിന്റെ കൊല്ലിക്ക് പിടിച്ച് ചോദിക്കേണ്ട ചോദ്യമാണ്. കൃത്യമായിട്ട് എറിയേണ്ട ആളുകളെ പക്ഷികൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരാന്നുകൂടി പറയണല്ലോ. ഒക്കെ യുക്തി ഇങ്ങനെ മുളച്ചിണ്ടായെന്നല്ലേ പറയുന്നത്. ഈ പക്ഷികൾക്ക് എറിയേണ്ട ആളുകളെ കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഈ അബ്രഹത്ത് രാജാവിന്റെ മന്ത്രി അബൂ യക്സൂം എന്നാണ് അയാളുടെ പേര്. ഏറിങ്ങനെ വന്ന് ഓരോരുത്തരും ഇങ്ങനെ താഴെ വീഴുമ്പോ ഇയാള് വാഹനം തിരിച്ചു, ആനയെ തിരിച്ചിട്ട് അയാള് നജാഷി രാജാവിന്റെ അടുത്തേക്ക് പോയി, ഹബശയിലേക്ക്, എത്യോപ്യയിലേക്ക് പോയി. അവിടുന്ന് അയാളെങ്ങനെ പോകുമ്പോ മേലെങ്ങനെ അയാളെ പിന്നാലെങ്ങനെ നല്ല എവിടുക്കാ പോകുന്നത്, എവിടേക്ക് പോയാലും ഒരു രക്ഷയില്ല എന്നുള്ള അർത്ഥത്തില് പിന്നാലെങ്ങനെ പോകുന്നുണ്ട് എസ്കോട്ടായിട്ട് ഒരു പക്ഷി. അയാള് പിന്നെയും തിരിഞ്ഞു നോക്കുന്നു. പക്ഷിക്ക് യാതൊരു റൂട്ട് തെറ്റലുമില്ല, ആളും തെറ്റിയിട്ടില്ല. അങ്ങനെ ആ പക്ഷിക്ക് എറിയേണ്ട ആളാണ് ഈ പോകുന്നത്. അയാളെ എറിയേണ്ട നേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് ഇയാളെ കിട്ടിയിട്ടില്ല. അയാളെ പുതിയ തിരിച്ചല്ലോ. ഇനി അതിന് നേക്ക് കിട്ടും. അവിടെ വെച്ചോ, എവിടെ വെച്ചാണ് എറിയണം? അപ്പൊ അല്ലാഹു തആല പക്ഷിയോട് കൊടുത്തൊരു ബോധം എന്താണ്? ഇവര് തിരിച്ചു പോകുന്ന ഈ മനുഷ്യൻ തിരിച്ചു പോകുമ്പോ പിന്നാലെ കൂടണം, എന്നിട്ട് എറിയണം. അയാൾ വന്നു. കാരണം സ്വാഭാവികമായിട്ടും ഈ ചരിത്രം പറയുമ്പോൾ ഖുർആനിൽ അല്ലാഹു തആല ഈ വിഷയങ്ങളൊക്കെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ പാട്ടാണല്ലോ ഈ അബ്രഹത്ത് രാജാവിന്റെ കൂട്ടരും ചരിത്രം. അതെങ്ങനെ അറിഞ്ഞു? അത് ഈ നടന്ന സംഭവങ്ങൾ മുഴുവനും ഈ അബൂ യക്സൂം എന്ന് പറയുന്ന മന്ത്രി നജാഷി രാജാവിന്റെ അടുത്ത് വന്ന് മിന്നവ്വലിൽ ആഖിരി വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ യമന് വരുമ്പോ ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഒരു കൂട്ടർ തടഞ്ഞു, പിന്നെ ഇങ്ങനെ ഒരു കൂട്ടർ തടഞ്ഞു, പിന്നെ ഇങ്ങനെ ഒരു കൂട്ടർ തടഞ്ഞു. ഓരോരുത്തരെയും അതിന്റെ അർത്ഥത്തിൽ പ്രതിരോധിച്ചു, ചിലരൊക്കെ കൂടെ കൂട്ടി. മുഴുവൻ ചരിത്രങ്ങളും പറഞ്ഞ് ആ കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി മുറ്റത്ത് എത്തുമ്പോഴേക്ക് പക്ഷി തലക്ക് ഒറ്റ അവിടെ കിടന്നു വെച്ചു.
തിരിച്ചറിവില്ലാന്നാ? ഇല്ലെങ്കിൽ പിന്നെന്തിനാ അയാളെ പിന്നാലെ മാത്രം പോയി? ഓരോരുത്തരെയും നോക്കി കറക്റ്റ് ആയിട്ട് എറിഞ്ഞ എങ്ങനെ? ആ വലിയ ആനപ്പടയെ അല്ലാഹു തആല ഏതുപോലെയാക്കി? ചവച്ചു തുപ്പിയ ചവറ് പോലെയാക്കി. കാസ്ഫിൻ മഅകൂൽ, ചവച്ചു തുപ്പിയ ചണ്ടി പോലെയാക്കി. അപ്പൊ വലിയ വലിയ ആൾക്കാരെ അല്ലാഹു തആല അങ്ങനെ ശിക്ഷിക്കണം. ആദ് ഗോത്രം, സമൂദ് ഗോത്രക്കാര്, ഇവരൊക്കെ അല്ലാഹു തആല എങ്ങനെ നശിപ്പിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം ഏതെങ്കിലും ആ നാടിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരൊറ്റ ഒച്ച, ഖുർആൻ നോക്ക്, അങ്ങനെയല്ലേ പറയുന്നത്? ഇൻകാനത്ത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാഹും ഖാമിദൂൻ. അല്ലേ? സ്വൈഹതൻ, ഒറ്റ ഒച്ച, ഫഇദാഹും ഖാമിദൂൻ. അപ്പോഴേക്ക് കെട്ടങ്ങ് പോയി. കെട്ടുപോയി. ആ ഒരൊച്ച കേട്ടിട്ട് പിന്നൊന്ന് അനങ്ങിയിട്ടും കൂടി ഇല്ല. അതാ കെട്ടുകാരിന്റെ അർത്ഥം. അവിടെ കിടന്നു ഒന്ന് അനങ്ങിയിട്ടൊന്ന് അങ്ങനെ കൊട്ടിപ്പടിഞ്ഞ് വെച്ചപ്പോ ഒരു സമാധാനം ഉണ്ടല്ലോ, അതും കൂടി ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് പോയി. അവരൊക്കെ നശിപ്പിച്ചത് അങ്ങനെ. വലിയ 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 ആളുകളൊക്കെ അല്ലാഹുവിനെ നശിപ്പിക്കുന്നത് അങ്ങനെ. ഇപ്പൊ ഇവർക്ക് കണ്ടില്ലേ അല്ലാഹുവിന്റെ ചെറിയ പുഴുക്കൾ, ആ പുഴുക്കൾ വന്ന് ഒന്ന് പെരടിയിൽ ഒന്ന് കൊത്തുന്നു. ഒന്ന് പെരടി കൊത്തുമ്പോഴേക്ക് ആള് വീഴാം. അവരെ വേറൊരു പ്രതിരോധം അല്ലാഹുവിന് ചെയ്യുന്നില്ല. ഇത്രയും വലിയ ഒരു സമൂഹത്തെ അല്ലാഹു തആല ചെറിയ ചെറിയ അണുക്കളെ കൊടുത്ത് അവര് ഭൂമിയിലേക്ക് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വീഴാണ്. പിന്നെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമും ഈ 4 പള്ളികളിൽ, 4 പള്ളികൾ എന്നത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ചില തഫ്സീറുകളൊക്കെ തൂരിസീന പള്ളി എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനിവിടെ വായിച്ച നേരത്തെ തഫ്സീലുണ്ട് തൂരിസീന പള്ളി. തൂരിസീന പള്ളി എന്ന് എഴുതിയിട്ടുണ്ട്. തൂരിസീനയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന് ഒരു സൂചന എഴുത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മളവിടെ പോകുമ്പോ കാണുന്ന അവിടെ പള്ളിയൊന്നുമില്ല. തൂരിസീന പള്ളി എന്ന് ഇതാ റൂഹുൽ ബയാൻ തഫ്സീലുണ്ട് തൂരിസീന പള്ളി എന്ന്. 3 പള്ളി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ പുറമെ ഈ പള്ളികളിൽ നിന്നൊക്കെ ഈസാ നബിയും അനുയായികളും പുറത്തിറങ്ങി വന്നു നോക്കുമ്പോ ഭൂമിയിൽ അവര് നിന്ന സ്ഥലമല്ലാത്ത എല്ലാ സ്ഥലവും ദുർഗന്ധം മണക്ക്. ഇവര് വീണെടുക്കാണ്. ഒരു ചാൺ സ്ഥലം പോലുമില്ല. ഇല്ലാ മലഅഹു സഹമുഹും വനതുനുഹും. ഇവരെ ദുർഗന്ധവും ഇവരെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളും ഇല്ലാത്ത ഒരു ചാൺ സ്ഥലം പോലും വേറെ ഇല്ല. ഇവര് താമസിച്ച സ്ഥലങ്ങളല്ലാത്ത മുഴുവൻ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്യണല്ലോ. ഈസാ നബിയും കൂട്ടരും അത് ആഗ്രഹിക്കുമ്പോഴേക്ക് അല്ലാഹു തആല പക്ഷികളെ അയക്കാണ്. വേറൊരു തരം പക്ഷികളെ സെപ്പറേറ്റ്. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ നല്ല നീളമുള്ള കഴുത്തും കൊക്കൊക്കെ നീളമുള്ള പക്ഷികൾ. അവര് വന്നിട്ട് ഇവരെ ഏറ്റിക്കൊണ്ടുപോകുന്നു. തഹ്മിലുഹും. അതൊരു പ്രത്യേക പക്ഷികളെ. കാരണത്തൊക്കെ പൊന്തണെങ്കിലേ അതിന് മാത്രം കെൽപ്പുള്ള പക്ഷികളാണ്. സാധാ പക്ഷികളെ പറ്റൂല. അതിനൊന്നും അള്ളാഹു സ്പെഷ്യൽ ആക്കാണ്. ഇമാം മുസ്ലിം തങ്ങളുടെ ഹദീസാ ഞാൻ വായിക്കുന്നത്. എന്നിട്ട് ഇവരെ ചുമന്നു കൊണ്ടുപോകും. അവരെ ഉപേക്ഷിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചെടുത്ത് പക്ഷികൾ ഉപേക്ഷിക്കും. പിന്നെയും ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ? സുമ്മ യുർസിലുല്ലാഹു മത്റാ. പിന്നെ അല്ലാഹു മഴ പെയ്യിപ്പിക്കും. എത്ര ദിവസം എന്നറിയോ? 40 യൗമൻ. 40 ദിവസം. 40 ദിവസം മഴ അങ്ങോട്ട് പെയ്യും. 3 ദിവസം മഴ പെയ്താത്തുള്ള അവസ്ഥ അറിയില്ലേ? അപ്പൊ ശരിക്ക് ക്ലീൻ സിറ്റിയായി മാറും. ഹദീസിൽ തന്നെ പറയാം, ശരിക്ക് ഒരൊറ്റ വീട്ടിലും വീട്ടിന്റെ തറയും ഒരു കാടും ഒന്നുമില്ല. ഭൂമി മൊത്തം അല്ലാഹു അങ്ങോട്ട് കഴുകും. ഒരു കണ്ണാടി പോലെ ഭൂമിയെ അല്ലാഹു വൃത്തിയാക്കും, ക്ലീൻ ആക്കും മൊത്തം. സഹാബത്ത് ചോദിക്കും, നബിയെ പിന്നെന്തൊക്കെയാ ഇവിടെ നടക്കാൻ പോകുന്നത്? ഇതിങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഅ്മിനീങ്ങളോടൊപ്പം പരിശുദ്ധമായ ഹജ്ജിനും ഉംറക്കും സംബന്ധിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നല്ല കൃഷികളും മറ്റൊക്കെ ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടാകും. ഭൂമിയോട് അല്ലാഹു തആല ആജ്ഞാപിക്കും, അംബിതി സമറതകി, ഭൂമി നിന്റെ എല്ലാ ഫലങ്ങളും നീ മുളപ്പിച്ചു കൊണ്ടുവരണം. വറുദ്ദി ബറകതകി, എന്തെല്ലാം ബറക്കത്ത് നിന്നിൽ ഞാൻ നേരത്തെ നിക്ഷേപിച്ചിരുന്നോ അതൊക്കെ നീ പുറത്തേക്ക് കൊണ്ടുവരണം. കാരണം ഒന്നുമില്ലല്ലോ, ഒക്കെ തിന്നു കഴിഞ്ഞില്ലേ.
ഭൂമിയിൽ കായ്ക്കനികൾ എന്താ നിങ്ങൾ പറഞ്ഞു? ഒരു തെങ്ങുണ്ടാകൂല. സുബ്ഹാനല്ലാഹ്. ഒരു തെങ്ങുമില്ല, ഒരു കവുങ്ങുമില്ല, ഒരു വാഴയില്ല, ഒരു ഈത്തപ്പഴമില്ല, ഒരു അത്തിപ്പഴയില്ല, ഒന്നുമില്ല. ഒക്കെ ഈ പടപ്പുകളൊന്ന് കാലിയാക്കിയില്ലേ. ഇനി അത് ശുദ്ധീകരണം ചെയ്ത് പിന്നെ കിട്ടുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ. കാരണം ഒക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം അള്ളാഹു മഴ പെയ്ത് വൃത്തിയാക്കി തുടച്ചു നീക്കി ഇവരെ ദുർഗന്ധമൊക്കെ മാറ്റി പിന്നെ നല്ല ബറക്കത്തുള്ള ഭക്ഷ്യവസ്തുക്കൾ വരികയാണ്. ഇനി താഴെ പറയുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോ നമുക്ക് ഓരോരുത്തർക്കും തോന്നും, അന്നത്തെ കാലത്ത് ജീവിക്കുകയാണെങ്കിൽ അല്ലല്ലാ അത് ഭക്ഷിക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, ഫയൗമ ഇദിൻ തഅകുലുൽ ഇസാബതു മിനർ റുമ്മാന. അൽ ഇസാബ ഓർമ്മല്ലേ? അതാ അൽ ഇസാബ. ഫയൗമ ഇദിൻ തഅകുലുൽ ഇസാബ. ഒരു സംഘം, ഒരു ചെറു സംഘം, ഒരു 10-15 ആളെ കുട്ടികളും അവര് വന്ന് ഒരു റുമ്മാനയിൽ നിന്ന് ഭക്ഷിക്കും, ഒരു റുമ്മാനിൽ നിന്ന്. കാരണം ആ ഭൂമിന്റെ യഥാർത്ഥ ബർക്കത്തൊക്കെ പുറത്തേക്ക് വെളിവാക്കാൻ നമ്മൾ ഉത്തരവിട്ടില്ലേ. മുഅ്മിനീങ്ങൾക്ക് ഇനി ഭക്ഷണവും കാര്യങ്ങളൊക്കെ വേണ്ടേ? ഇപ്പൊ പിന്നെ ആൾക്കാരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, മുഅ്മിനീങ്ങളല്ലാത്ത ആൾക്കാരൊക്കെ മറ്റൊരു തിന്നു കഴിഞ്ഞു അല്ലേ? എല്ലാവരെയും തിന്നൂല. കാരണം പേടിച്ചിട്ട്, പേടിന്റെ ഊക്കുകൊണ്ട് കിട്ടുന്ന സുരക്ഷിത മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് ഒളിഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരൊരു ഭാഗത്ത് ഇങ്ങനെ കേന്ദ്രീകരിക്കൽ അങ്ങനെ പോവാണ്. ഇവരിങ്ങനെ ഒന്ന് വന്നാല് രാവിലെ കോഴിക്കോട്ടാണെങ്കിൽ ഉച്ചയ്ക്ക് അല്ല 10 മണിക്ക് മലപ്പുറത്ത് വേണ്ടാ പുസ്തകം. ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് നമ്മളപ്പോ ഈ കേരളം കവർ ചെയ്യാൻ എത്രത്തോളം സമയം വേണ്ടി വരും? എവിടെ കേരളം എന്ന് പറഞ്ഞാൽ നമ്മളാ ഭൂപടത്തിലെ കാണുന്നില്ല, കുറച്ചിങ്ങനെ എത്ര പെട്ടെന്ന് കവർ ചെയ്യുന്നറിയോ? മിൻകുല്ലി ഹദബി ശരിയൊന്നും. ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് പോകും, മറ്റേ ഭാഗത്തേക്ക് പോകും, കുറെ കുന്നോൽക്കൊരു പ്രശ്നമല്ല. കാരണം മിൻകുല്ലി ഹദബി എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലത്ത് കൂടെ ഒക്കെ ചാടിക്കടന്ന് പെട്ടെന്ന് എത്തുന്നതാണ്. പിന്നെന്തിനാ വാഹനത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോ വാഹനക്ക് പോലും പോകുന്നതിന് തടസ്സമായിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് ഒരുതിയിട്ട് കത്തിച്ച് അവിടേക്കാണ് പുറമെ പോകും. ഞങ്ങളൊക്കെ ഒരു കമ്പിവേലിയും ഒരു തടസ്സമൊക്കെ ആക്കി നിൽക്കണമെങ്കിലേ അത് പെട്ടെന്ന് നശിപ്പിക്കും. അവർക്ക് അവരെ ഉദ്ദേശിക്കുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും എത്തണം. അപ്പൊ എല്ലാ സമ്പൽ സമൃദ്ധികളും നശിപ്പിച്ച ഒരവസ്ഥയിലാണ് അന്ന് ഭൂമിയുള്ളത്. എല്ലാ ഭാഗത്തെയും അവർ സഞ്ചരിച്ചിട്ട് ലാസ്റ്റ് ഈ 4 പുണ്യസ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിക്കുമ്പോ അല്ലാഹു തആല അവരെ ചെറിയ 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 പുഴുക്കളെ വിട്ട് അള്ളാഹു അവരങ്ങോട്ട് നശിപ്പിച്ച് പിന്നെ അവരുടെ ആ ദുർഗന്ധവും മറ്റൊക്കെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി നല്ല മഴ പെയ്യിപ്പിച്ച് ക്ലിയർ ആക്കിയിട്ട് പിന്നെ വരുന്ന കായ്ക്കനികൾക്ക് വല്ലാത്തൊരു സ്വാദാണ്, അതിന് വല്ലാത്തൊരു ടേസ്റ്റും വല്ലാത്ത രുചിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഈത്തപ്പഴ മരത്തിന്റെ മരച്ചില്ലകളിൽ അവർ തണലിരിക്കും. നമ്മൾ കാണുന്ന ഈത്തപ്പഴ മരമല്ലത്, നമ്മൾ കാണുന്ന റുമ്മാന്റെ മഴയല്ല. റുമ്മാനെ നമ്മൾ കാണുന്ന റുമ്മാൻ ചെടിക്കയുടെ തണലിനാണ്. അത് ചിലപ്പോ ഇലന്നെ ഉണ്ടാവില്ല, ചില സമയത്ത് നോക്കും. അതിന്റെ ആ ഇലയിലും തണൽ കിട്ടാൻ ഉണ്ടാവില്ലല്ലോ, ചെറിയ ചെറിയ ഇലല്ലേ. എല്ലാ മൃഗങ്ങളിലും അല്ലാഹു ബറക്കത്ത് ചൊരിയും. ഒരൊട്ടകം ചുരത്തുന്ന പാല് ഒരു കൂട്ടം ആളുകൾക്ക് മതിയാകും. നല്ല പവർഫുള്ളായ ഒട്ടകമായിട്ട്. ഒരു പശു ചുരത്തുന്ന പാല് ഒരു ഗോത്രത്തിനത് മതിയാകും. ഒരാട് ചുരത്തുന്ന പാല് ഒരു സംഘം ജനങ്ങൾക്കത് മതിയാകും. ഒരാട്ടിന്റെ പാല് നമുക്ക് കുടിച്ചാൽ. അപ്പൊ അന്നത്തെ ആടിന്റെ കറക്കണ പാല് സാധാ പാലാവൂല. അത് എത്ര ആള് കുടിക്കും? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈതൊട്ടിട്ട് പാല് വന്ന ഒരാടുണ്ടായിരുന്നു. ഒരാടല്ല, കുറെ ആട്. ചരിത്രത്തിൽ ഇടം നേടിയ ഉമ്മു മഅബദ് ബീവിയുടെ ആടുണ്ടല്ലോ. ആ ആട് ക്ഷീണിച്ച് ഇങ്ങനെ കിടക്കുന്നു, വല്ലാതെ അവശരായി. ആട് വല്ലതും ഉണ്ടോ കറക്കാനെന്ന് ചോദിച്ചു. മദീനയിലേക്കുള്ള യാത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങൾ. വല്ല ആടും ഉണ്ടോ ഒരേ പോയി ചോദിക്കാലോ, കറന്നു സമ്മതം ചോദിച്ചു. ആടുകളൊക്കെ മേയാൻ കൊണ്ടുപോയിട്ടുണ്ട്. കൂട്ടിലവിടെ ഒരു ആട് കാണുന്നുണ്ടല്ലോ, അതോ അത് ഇന്നോ നാളെ പറഞ്ഞ കാലം കഴിക്കും. എപ്പോഴാ പോയത്? അത്രയും ക്ഷീണിച്ച്. കറന്നോട്ടെ, കിട്ടുമെങ്കിൽ കറന്നോളി. മുഅബദ് ബീവി പറഞ്ഞു, അല്ലത് കിട്ടുമെങ്കിൽ കറന്നോളി. എന്താ പോയിന് പറഞ്ഞു?
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആടിന്റെ അടുത്ത് പോയിട്ട് ഒന്നിങ്ങനെ തൊട്ടപ്പോഴേക്ക് ആടിങ്ങനെ എണീറ്റ് അതിന്റെ എല്ലൊക്കെ ഒന്ന് ഇറച്ചിയൊക്കെ തൂർന്നിങ്ങനെ റെഡിക്കുന്നു. തങ്ങള് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് ആ ഷറഫാക്കപ്പെട്ട പുണ്യ കൈ ഒന്ന് തൊട്ടിട്ട് ആ വെള്ളം നഗട്ടിലേക്കാക്കി അകിടിങ്ങനെ വികസിച്ചു. അകിട് കഴുകി വൃത്തിയാക്കി അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് പാൽ കറന്നു. ഒരു പാത്രം കൊണ്ടുവാ സിദ്ദീഖ് റളിയല്ലാഹുവിനോട്. ആ പാത്രത്തിൽ പാൽ നിറഞ്ഞു. അത് ഉമ്മു മഅബദിന് കൊടുക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ ഒരു പാത്രം ഇന്നലെ കറക്കാത്ത, മിഞ്ഞാന്ന് കറക്കാത്ത, ഒരു കൊല്ലായിട്ട് കറക്കാത്ത ആടാണ്. ക്ഷീണിച്ച് ഇന്ന നാളെ കിടക്കുന്ന. രണ്ടാമത്തെ പാത്രത്തിലും കറന്നു. ആ രണ്ടുപേരും അത് കുടിച്ച് പാത്രം കൊടുത്തവർ പോയി. ഉച്ചയൂൺ നേരത്ത് ഉമ്മു മഅബദ് ബീവിന്റെ ഭർത്താവ് വന്നു. ആരവിടെ ആടിനെ കൊടുന്ന് കിട്ടി? ആടിന് ആരും കൊണ്ടു കിട്ടിയില്ല. കൂട്ടൊരാട്. നമ്മളാടോ ഇതോ ഈ കാണുന്നതോ? ആ അവിടെ എങ്ങനെ കടന്നു? ആടന്. ഇതെന്തെങ്ങനെ? അപ്പോഴാണ് ഈ യാത്രക്കാരുടെ സന്ദേശങ്ങളൊക്കെ ഉമ്മു മഅബദ് ബീവി കൈമാറിയപ്പോഴാണ് ഭർത്താവ് പറയുന്നത്, പൂർവ്വവേദ ഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഇതുവഴിയായിരിക്കും അവസാനത്തെ നബി ഹിജ്റ പോവുക. എങ്കിൽ ആ പോയത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പാലങ്ങനെ അവിടെ കറന്നതേ ആ കുടുംബത്തിന് ഹിദായത്തിന് മാർഗമായി. അല്ല കുടിച്ചാൽ മാത്രല്ല, ആ കുടുംബത്തിന് മൊത്തത്തിൽ. നമ്മളെ നാട്ടിൽ ഒരു ആടിന് എത്ര വയസ്സ് അതൊന്നും അറിയില്ലല്ലേ, കിട്ടുമ്പോ അങ്ങനെ തിന്നുന്നേ ഉള്ളൂ. ഒരാടിന്റെ വയസ്സ് എത്ര കാലാവധി? എന്താ ചെയ്യാ? ഇനിയിപ്പോ മാർക്കറ്റിൽ വിളിച്ചു വെക്കണേ. കിതാബിലൊക്കെ പറഞ്ഞൊരു കാലാവധി പറയാം. 5 നിൽക്കൂല, അർത്ഥം ചെയ്യും. 7 എന്നാ കിതാബ് പറഞ്ഞേ. ഓവറായി പോയാല് 7. ഇപ്പൊ ക്ഷീണിച്ച് കടന്ന ഈ ആടില്ലേ, ഇനി കേട്ടോളൂ. ഈ ആടിൽ നിന്ന് എത്ര കാലം പാൽ ആൾക്കാർ കറന്നെടുത്ത് ചുരന്നെടുത്ത് കുടിച്ചു എന്ന് കേൾക്കണ്ടേ? ഈ ആട് പിന്നെ മരണപ്പെടുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്താണ്. തങ്ങൾ മദീനയിലെത്തിയിട്ട് എത്ര കൊല്ലം താമസിച്ചു? 10 വർഷം. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഭരിച്ചില്ലേ 2 വർഷം ചില്ലറ മാസം. പിന്നെ ഉമർ റളിയല്ലാഹുവിന് ഭരിച്ചു. ആടിനുള്ള ദീർഘായുസ് എത്ര? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട് അല്ലാഹു തആല നൽകുന്ന ബറക്കത്ത്, മുഅ്ജിസത്ത്. എന്താണ് അതിന്റെ സൗന്ദര്യം? അന്ന് കുടിച്ച അത്രയും അധികമുള്ള ആ പാല് പോലെയാണ് ഇപ്പൊ ഈ ഈസാ നബി അലൈഹി സ്വലാമും അനുയായികളൊക്കെ കുടിക്കുന്ന ആ ആടിന്റെ പാല്. ഒരാടിൽ നിന്ന് കറക്കുന്നതിന് ഒരു കൂട്ടം ആളുകൾക്ക് തികയും. അത്രയും നല്ല ബറക്കത്തും നല്ല ഐശ്വര്യവുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് നൽകുന്ന പാലും കായ്ക്കനികളും വളരെ വിശുദ്ധമായിരിക്കും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യഅജൂജ് മഅജൂജിന്റെ വരവിനെ കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ വളരെയധികം ഭീതിപ്പെടുത്തുന്ന വിഷയത്തിൽ തങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ കാണാം ഹദീസുകളിൽ വന്നത്, രാത്രി ഞെട്ടി ഉണർന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബ് മിൻ ശർരിൻ ഖദ് ഇഖ്തറബ്. അറബികൾക്ക് വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത, വരാനിരിക്കുന്ന ഒരു അപകടത്തെ പറ്റി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഫുത്തിഹൽ യൗമ, അന്ന് മദീനയിൽ വെച്ച്, ഫുത്തിഹൽ യൗമ മിൻ റദ്മി യഅജൂജ വ മഅജൂജ മിസ്ലു ഹാദിഹി. യഅജൂജ് മഅജൂജിന്റെ ആ ഭിത്തിയില്ലേ, അതിൽ നിന്ന് ഈ കാണുന്ന അളവിൽ ഒരു ചെറിയ വൃത്തം തുറക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അവരെങ്ങാനും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അനഹ്ലികു വഫീന സ്വാലിഹൂൻ, നല്ല മനുഷ്യന്മാർ ഞങ്ങളെ കൂടെയുണ്ടാകുമ്പോ ഞങ്ങൾക്ക് നാശം വരുമോ? പലരും നല്ലവരുണ്ടല്ലോ ഞങ്ങളെ കൂട്ടത്തില്, എന്നിട്ട് അല്ലാഹു ഞങ്ങൾക്ക് നാശം തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അതേ വരും. ഇദാ കസുറൽ ഖബസു, അനാവശ്യങ്ങൾ വർദ്ധിച്ചാൽ, പെറ്റുപെരുകിയാൽ ഉറപ്പായിട്ടും നാശം വരും. അവിടെ പിന്നെ നല്ലവർക്കുള്ള പരിഗണന മാറിപ്പോകും. യഅജൂജ് മഅജൂജിന്റെ ആ ഭിത്തിയിൽ ഒരു ചെറിയ ഈ കാണുന്നൊരു വൃത്തം വലുപ്പത്തിൽ
ഒരു ചെറിയ ഓട്ട അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് തങ്ങൾ പറയുമ്പോ തങ്ങൾ എത്രമാത്രം ഓർമ്മപ്പെടുത്തി വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച്. ഇനി ആ ഭിത്തി ജനങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനാവുന്ന രൂപത്തിൽ അവർ തുരന്ന് ഭദ്രമായ ആ ചുമര് അവര് തുരന്ന് റെഡിയാക്കി അവര് പുറത്തേക്ക് വന്ന് എല്ലാ ആളുകളുടെയും സർവസമ്പത്തും അവര് കൈക്കലാക്കി അവര് കൊള്ളയടിച്ച് മുഴുവനും അവര് ഭക്ഷിച്ച് സുബ്ഹാനല്ലാഹ് വലിയ അക്രമങ്ങൾ ഭൂമി ലോകത്ത് സൃഷ്ടിക്കും. ആ അക്രമങ്ങൾക്ക് അറുതി വരും. പിന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൂട്ടരും ഇവിടെ താമസിക്കും. അതിന് അനുബന്ധമായി ഈസാ നബി അലൈഹിസ്സലാമും കൂട്ടരും പിന്നീട് ജീവിക്കുന്ന ജീവിതം ഹജ്ജും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോയി. കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുന്ന അവസ്ഥ വരും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ജനങ്ങൾ കുളിപ്പിച്ച് മയ്യത്ത് നിസ്കരിച്ച് ഇന്നലെ നാം പറഞ്ഞതുപോലെ മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുജ്റയിലായി മഹാനവറുകളെ മറവ് ചെയ്യും. പിന്നെ ലോകത്ത് സംഭവിക്കുന്ന കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള വിഷയങ്ങളും കാര്യങ്ങളും തുടരുന്ന അടയാളങ്ങളെ കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച് വ്യക്തമായ ഒരു ചിത്രം വിശ്വാസികൾ ഇപ്പോഴും അവിടെ ബാക്കിയുണ്ടല്ലോ. ആ വിശ്വാസികൾക്ക് ഇനിയുള്ള അവസ്ഥയിൽ എന്ത് സംഭവിക്കും, എന്ത് വരാൻ പോകുന്നു എന്നുള്ള അവസ്ഥയെ പറ്റി തങ്ങൾ വിശദമായി ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് വിഷയങ്ങളൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ, ഇവിടെ പഠിക്കേണ്ട വലിയൊരു ഗുണപാഠം മഹാന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത് യജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഈ രണ്ട് വലിയ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് സംവിധാനിച്ച് പടച്ചു വെച്ച് ജനങ്ങളോട് ഇങ്ങനെ ഒരു ടീം വരാനുണ്ട് എന്നും അവര് വരുമ്പോൾ പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പലർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നും മുഅ്മിനീങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള കേന്ദ്രങ്ങളുണ്ട് എന്നും ഒക്കെ ബോധ്യപ്പെടുത്തുമ്പോ ആളുകളുടെ വിശ്വാസവും ആളുകളുടെ വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള പഠനവും നന്നായി വർദ്ധിക്കാനും ആ പഠനങ്ങൾ അവർ ഉറപ്പിച്ച് അള്ളാഹുവിന്റെ ഈ വചനങ്ങളുടെ യാഥാർത്ഥ്യം പുലരാൻ കാത്തിരിക്കുന്ന ഈ വേളകളിൽ നന്നായി പഠിച്ച് ഗ്രഹിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ കൂടുതൽ സന്നദ്ധത കാണിക്കണം വിശ്വാസികൾ. അല്ലാത്ത ആളുകൾ വിവരങ്ങൾ കൂടുതൽ ശേഖരിച്ച് സത്യവഴിയിലേക്ക് കടന്നു വരാൻ ഇതൊരു വലിയ പ്രചോദനമാണ്. യജൂജ് മഅജൂജ് എന്ന സമൂഹം ഒരു വൻ സമൂഹം ലോകത്ത് വന്ന് സൃഷ്ടിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നൽകിയ മുന്നറിയിപ്പിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച മനുഷ്യ വിഭാഗത്തിൽ തന്നെ മനുഷ്യർക്ക് നേരിടാൻ പറ്റാത്ത ഒരു വലിയൊരു വിഭാഗം, വലിയ കഴിവുള്ള ഒരു വിഭാഗം. ആ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുന്നത് ചെറിയ പുഴുക്കളെ കൊണ്ട്, അണുക്കളെ കൊണ്ട്. റബ്ബ് തആലാക്ക് എത്ര വലിയ ആളുകളെയും നശിപ്പിക്കാൻ ചെറിയ ചെറിയ സംവിധാനങ്ങൾ അല്ലാഹു തആല അതൊരു സബബാക്കാണ്, ഒരു കാരണമാക്കി വെക്കുക. ഒന്നും വേണ്ട, നശിപ്പിക്കാൻ കാര്യമായിട്ട് ഒന്നും വേണ്ട, ഒന്നും ഒരു കാരണവും ആക്കാതെ ഓരോന്നിനും നശിപ്പിക്കാം. പക്ഷേ ഒരു തെളിവിന് വേണ്ടി, ഒരു പഠനത്തിന് വേണ്ടി അല്ലാഹു തആല അങ്ങനെ ബാക്കി വെച്ചു. എല്ലാവർക്കും ഒരു പഠനത്തിന് വേണ്ടി, മുൻഗാമികൾക്കൊക്കെ അത്തരത്തിലുള്ള ശിക്ഷകൾ, വലിയ വലിയ ആളുകൾക്ക് ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുത്തത് ഇനി വരുന്ന ആളുകൾ പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനുമാണ്. കുറെ ആളുകളെ കൊന്നൊടുക്കിയ ഫിർഔനിന്റെ ശരീരം ഈ രൂപത്തിൽ എന്തിനാണ് അള്ളാഹു ബാക്കി വെച്ചത്? ഈജിപ്തിൽ പോയാൽ അവന്റെ ശരീരം കാണാം. ഈജിപ്തിലെ മ്യൂസിയത്തിൽ, റോയൽ മമ്മി ഹാളിൽ അവനെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. കാണാൻ പറ്റുന്ന നല്ല കാഴ്ച. നരബാധിച്ച മുടിയും ചെറിയ പല്ലും അവന്റെ നഖമൊക്കെ ഇപ്പോഴും കാണാം. അങ്ങനെ തന്നെ തൊലിക്കൊന്നും പറ്റിയില്ല. ബഹുമാനം കൊണ്ടല്ല, കറാമത്ത് കൊണ്ടല്ല, ഒരു ദൃഷ്ടാന്തമാക്കി അല്ലാഹു തആല വെച്ചതാണ്. എന്തിന്? ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്, പഠനങ്ങളാണ്, ആളുകൾ പഠിക്കാൻ.
അങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞത്, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ ശരീരം, നിന്റെ ബോഡി നമ്മൾ ഇന്ന് സുരക്ഷിതമാക്കി വെക്കും. എന്തിന്? ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ പിറകിൽ വരുന്ന ഒരുപാട് നരഭോജികളുണ്ട്. ഇപ്പോഴുണ്ട് ലോകത്ത് നരഭോജികൾ. മനുഷ്യരെ കൊന്നിട്ട് സ്ഥാനമാനങ്ങൾ കൈപ്പറ്റുന്ന, സിംഹാസനത്തിലേക്ക് കയറാൻ കൊതിക്കുന്ന ഭരണാധിപന്മാരുണ്ട്. അവർക്കൊക്കെ നീ ഒരു പാഠമാകണം, നീ അവർക്കൊക്കെ ഒരു തെളിവാകണം, ദൃഷ്ടാന്തമാകണം. നീ ആരായിരുന്നു? നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഫിറൗനാണ് ഈ റൂമിൽ എത്ര വീതി ഉണ്ടെന്നോ? ആകെ 4 മുഴയുള്ളൂ. ഫിറൗന്റെ അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ കാണാൻ പോയപ്പോ, അത് കാണാനല്ലേ അള്ളാഹുവിൽ വെച്ചത്. കാണാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോ ആൾക്കാർ പറഞ്ഞു, ഉസ്താദേ ഇവിടെ നല്ല AC റൂമാണല്ലോ. ആ മ്യൂസിയത്തിൽ അവിടെ മാത്രം AC ഉള്ളൂ. എവിടെ? ഇവരെ കടത്തിയെടുത്ത് മാത്രം. വേറെ കുറെ ഫറോമാരുടെ ശരീരങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ 2 ദിവസം കഴിയുമ്പോ 3 ദിവസം കഴിയുമ്പോ ആ കെട്ടി മൂടി വെച്ചതൊന്നും കൂടി കഴിച്ച് മരുന്നൊക്കെ പുരട്ടി പിന്നെയും കെട്ടി വെക്കാണ്. ഇവനിൽ അങ്ങനെ കെട്ടും പാടും ഒന്നുമില്ല. അവന്റെ ശരീരം അങ്ങനെ ഉണ്ട്. എത്ര നൂറ്റാണ്ടായി. എന്നാ പിന്നെ ഓ നല്ല സുഖത്തിലാണെന്ന് കരുതണ്ട്? അല്ലല്ലല്ല, ഓനും ഓന്റെ കുടുംബത്തിനും സർവ്വ നേരവും ശിക്ഷയാണ്. അള്ളാഹു പറയുന്നുണ്ട്, അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ. 24 മണിക്കൂറും. ഖുർആന്റെ ഭാഷ അങ്ങനെ. ഗുദുവൻ വഅശിയ്യ എന്ന് പറഞ്ഞാല് രാവിലെയും വൈകുന്നേരം അല്ല. നമ്മൾ പറയണ്ടല്ലോ അങ്ങനെ. രാവിലെയും വൈകുന്നേരം, ഏത് നേരം നോക്കിയാലും, രാവിലെയും വൈകുന്നേരം ഒക്കെ നോക്കിയാലും ആള് 3-ാം കാലം എന്നറിയില്ലേ? ഫുൾ ടൈം ആൾ അങ്ങനെയുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഖുർആൻ ആ ഭാഷ നമ്മളോടല്ലേ സംവദിക്കുന്നത്. ഗുദുവൻ വഅശിയ്യ. 24 മണിക്കൂറും നരകശിക്ഷയാണ് അവർക്ക്. അന്നാറു യുറദൂന അലൈഹാ. ഫിറഔൻ കുടുംബത്തിന്. പിന്നെന്താ ഉസ്താദെ ഒച്ചപ്പാടും കാര്യമൊന്നും കേൾക്കാത്തത്? അല്ലാഹു തആലയുടെ ഖുദ്റത്താണ് മനസ്സിലാക്കി തരുന്നത്. ഒരു സാധാരണ ഒരാളെ നഗ്നനേത്രങ്ങൾക്കും കാണാത്ത വിധം ശിക്ഷിക്കാനും കാണിച്ചു കൊടുക്കാനും പരീക്ഷിക്കാനും കഴിവുള്ളവനാണ് യജമാനനായ റബ്ബ്. നമ്മൾ അനുഭവിക്കുന്ന വേദനയെ തൊട്ടടുത്തിരിക്കുന്ന ആളറിയോ? അറിയോ? അസഹ്യമായ വേദന നമ്മൾ ഒഴിയുന്നുണ്ട്. അപ്പൊ എന്താ അങ്ങനെ ഒഴിയുന്നു? വേദന ഒന്നുമില്ലല്ലോ. അയാളെന്തറിയാനാ? അയാളെന്ത് കാണാനാ? പിടുത്തം കിട്ടാതെ വേദനിക്കുന്ന രോഗികളില്ലേ? രോഗം പിടുത്തം കിട്ടാതെ ഇല്ലേ? ചെക്ക് ചെയ്തിട്ട് ഇന്ന രോഗാന്തരം പറയാത്തില്ലേ? അള്ളാഹിന്റെ ഖുദ്റത്താണത്. റബ്ബിന്റെ ഖുദ്റത്താണ്. അള്ളാഹു തആല മനസ്സിലാക്കാൻ വേണ്ടി തന്നതാണ് അതൊക്കെ. എന്താ അസുഖം? എല്ലാ ഡോക്ടർമാരും കാണിച്ചു. ഓരോ ദിവസവും വിദഗ്ധന്മാർ അന്വേഷിച്ച് കാണിച്ചു. രോഗമുണ്ട്. എല്ലാരും പറയുന്നത് രോഗമുണ്ട്. എന്താ രോഗം? കണ്ടെത്താൻ കഴിയില്ല. വേദന ഉണ്ട്, വിഷമുണ്ട്, ക്ഷീണുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാ കാണാനോ? കാണാൻ ശരീരത്തിൽ ഒന്നുമില്ല. കാണാളെ കൊണ്ടുപോകുമ്പോ ഒന്നുമില്ല. അങ്ങനെ കാണുന്നില്ലേ? നമ്മള് അനുഭവിക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ നഗ്നനേത്രങ്ങളിൽ നിന്ന് അള്ളാഹു മറച്ചു വെച്ചത് എന്തിനാണെന്നറിയോ? ഒന്ന്, ഈ വിശ്വാസം ദൃഢീകരിക്കാൻ. രണ്ടാമതായി നമ്മൾ കൂടുതൽ ചിന്തിക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനുമാണ്. എത്രയോ കുഞ്ഞുങ്ങളെ കൊന്ന മനുഷ്യനാണ് ആ കിടക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പിറവിയിൽ പേടിച്ച് ഒരേ ദിവസം 20,000 വരുന്ന കുഞ്ഞുങ്ങളെ കഴുത്തറുത്തവനാണ് ആ കിടക്കുന്നത്. പാവപ്പെട്ട ബനു ഇസ്രായേൽക്കാരെ വിഷമിക്കുന്ന പണിയെടുപ്പിച്ച് വലിയ വലിയ നബി കുടുംബത്തെ കൊണ്ട് വളരെ താഴ്ന്ന ജോലികൾ എടുപ്പിച്ച് അതിനെന്തെങ്കിലും പകരം ചോദിക്കുമ്പോ ക്രൂരമായി പീഡിപ്പിച്ച് കൊല നടത്തിയവനാണ് കിടക്കുന്നത്. വർഷങ്ങളോളം അവരെ കൊണ്ട് കല്ല് ചുമന്നിപ്പിച്ച് ഒരു ദിർഹം പോലും വേതനം കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തിയ ആളാണ് ഈ കിടക്കുന്നത്. അള്ളാഹുവിനെ വെല്ലുവിളിച്ച മനുഷ്യനാണ് ആ കിടക്കുന്നത്. ഒരു ഏണി വെച്ച് തരണം, മൂസാ നബിന്റെ ഇലാഹിനെ ഒന്ന് കാണട്ടെ. മുകളിലേക്ക് അത്വലിയു ഇലാ ഇലാഹി മൂസ. മൂസാ നബിന്റെ ഇലാഹിനെ ഞാനൊന്ന് എത്തി നോക്കട്ടെ. നിങ്ങൾ ഏണി വെക്കും. കുറെ ഏണി വെച്ചില്ല. അപ്പോഴേക്കൊരു കൊട്ട് കിട്ടി താഴെത്തി പോയി ആള്. എത്ര എത്ര ഹിബറിലാണ്, എത്ര അഹങ്കാരത്തിലാണ് സംസാരിച്ചിരുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിനെ എത്ര ഇകയറ്റിയിട്ടാ സംസാരിച്ചിരുന്നത്. അധികാരത്തിന്റെ ഗർവ്വത്രയാ പറഞ്ഞിരുന്നത്. അതാണ് ആ കിടക്കുന്ന ആളാണ് ആ കിടക്കുന്നത്.
ഇനി ലോകത്ത് എത്ര വലിയ അധികാരികൾ വന്നാലും തമ്പ്രാക്കന്മാര് വന്നാലൊക്കെ അവർക്കൊക്കെ പഠിക്കാൻ സാമ്പിൾ ഒന്ന്. വേറെ ശരീരം ഉണ്ട് അങ്ങനെ വാക്കിച്ചത്? വേറെ കുറെ എണ്ണം കഴിഞ്ഞു പോയിട്ടില്ലേ? നുമ്രൂദ് കഴിഞ്ഞു പോയിട്ടില്ലേ? എത്ര പോക്കിരിമാര് കഴിഞ്ഞു പോയിട്ടുണ്ട്? എത്ര സ്വേച്ഛാധിപതികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്? സാമ്പിളിൽ ഒന്ന്, അത് മതിയല്ലോ. ഖുർആനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ഖുദ്റത്തും കഴിവൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു ഒന്ന് ബാക്കി വെച്ചതാണ്. അതേ രൂപത്തിൽ വിശ്വസിക്കാനും പഠിക്കാനുമാണ് യഅ്ജൂജ് മഅ്ജൂജിന്റെ വിവരണങ്ങൾ ഖുർആനിലൂടെ അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും ആവർത്തിച്ച് ഓതുന്ന ആ ഭാഗങ്ങൾ നമ്മൾ ഓതിയ ആയത്ത് ഹത്താ ഇദാ ഫുത്തിഹത് യഅ്ജൂജു വമഅ്ജൂജു സൂറത്തുൽ അംബിയായിലെ ആയത്ത്. യഅ്ജൂജ് മഅ്ജൂജിന്റെ ഭിത്തി തുറക്കപ്പെട്ടാൽ പിന്നെ രക്ഷയില്ല, പിന്നെ എല്ലാ ഭാഗത്തേക്കും ആളുകളെത്തും, എല്ലാ ഭാഗത്തും നശീകരണ പ്രവർത്തനങ്ങൾ നടത്തും. അന്ന് മുഅ്മിനീങ്ങൾക്ക് മാത്രം അള്ളാഹു നൽകുന്ന സലാമത്താണ് ആ വിശുദ്ധ 4 സ്ഥലങ്ങളിലുള്ള സുരക്ഷിതത്വം. ഈമാനുള്ളവർക്കാണ് അവിടെ അഭയം. ദജ്ജാൽ വരുമ്പോ ഈമാനുള്ളവർക്ക് അഭയം അവിടെയുണ്ട്, വല്ലാത്ത അഭയാണ്. എല്ലാത്തിന്റെയും കാതലായ വിഷയം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈമാനാണ്, ഹിദായത്താണ്. അള്ളാഹു നമുക്ക് ദായിമാക്കി തരട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിഷയം തുടങ്ങി വെച്ചാൽ എവിടെ എത്തിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് നാളത്തെ നമുക്ക് സംസാരിക്കാനിരിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കാത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതും എല്ലാം അവന്റെ പൊരുത്തത്തിലായി നല്ല അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.